ഓക്കെ, ട്രെൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടും വന്നിരിക്കുന്നത് നമ്മുടെ വൊക്കാബുലറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വൊക്കാബുലറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാക്കുകളും അതിന്റെ അർത്ഥവും നമ്മൾ അറിയണം. ഇപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട് അല്ലെ. ആരെ കൊണ്ടും ഇംഗ്ലീഷിലെ എല്ലാ വാക്കുകളും അതിന്റെ അർത്ഥമൊന്നും പഠിക്കാൻ വേണ്ടിയിട്ട് കഴിയൂല, ആർക്കും പഠിപ്പിച്ചു തരാനും കഴിയൂല. അപ്പൊ അത് നമ്മൾ മാക്സിമം നമ്മളുടെ ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിട്ടും നമ്മൾ എന്തെങ്കിലും മൂവിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇട്ട് കാണുക, ന്യൂസ് പേപ്പർ വായിക്കുക, പിന്നെ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഓരോ പോസ്റ്റുകൾ വരുന്ന സമയത്ത് അത് വായിക്കുക, പരസ്യങ്ങൾ നോക്കുക. അതിനൊക്കെ നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് നമുക്ക് കിട്ടും. നമ്മൾ ഡെയിലി കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡെയിലി നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കാണുന്ന എന്നാൽ നമ്മൾ അറിയാൻ ശ്രമിക്കാത്ത കുറെ വേർഡ്സ് ഉണ്ടാവും. അങ്ങനത്തെ വേർഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് നമ്മൾക്ക് എല്ലാവർക്കും ഒരു റീഡിങ് ഹാബിറ്റ് വേണം. ആ റീഡിങ് ഹാബിറ്റ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് വൊക്കാബുലറി മെച്ചപ്പെടുത്താൻ കഴിയുള്ളൂ. ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് കഷ്ടപ്പെട്ട ഗ്രാമർ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു ടോപ്പ്, കാരണം ഓരോരുത്തരും ഓരോ റൂളാണല്ലോ. മാത്സിൽ ഇക്വേഷന്റെ പോലെയാണ് ഗ്രാമർ, ഓരോ റൂള് പഠിക്കാൻ. അപ്പൊ റൂള് പഠിച്ചു കഴിഞ്ഞാൽ ഗ്രാമർ പഠിക്കാൻ പറ്റും. പക്ഷെ വൊക്കാബുലറി അങ്ങനെയല്ല. വൊക്കാബുലറി നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ പാടില്ല. അപ്പൊ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എങ്ങനെ ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വൊക്കാബുലറി അങ്ങനെയല്ല. വൊക്കാബുലറി ഓരോ ദിവസം ഓരോ വർഷവും പുതിയ വൊക്കാബുലറീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചില വൊക്കാബുലറി ഓരോ വർഷവും എന്ത് ചെയ്യും, പോപ്പുലർ ആയിട്ട് മാറും. ഇപ്പോൾ ഇതുവരെ കുറെ പേർക്ക് അറിയാതിരുന്നൊരു വേർഡാണ് റിജീം അല്ലെ. റിജീം ഇപ്പൊ ഇറാൻ പിന്നെ നടക്കുന്ന ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എല്ലാവർക്കും റിജീം എന്നുള്ള വാക്കറിയാം അല്ലെ. റിജീം ചേഞ്ച്, ട്രംപ് റിജീം ചേഞ്ച് വേണമെന്ന് പറയുന്നു, ഇറാൻ അത് നടക്കില്ല എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ സംഭവങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ നിന്നൊക്കെ നമുക്ക് കുറെ വേർഡ്സ് കിട്ടും. ആ വേർഡ്സ് അർത്ഥമൊക്കെ നമുക്ക് പല എക്സാമ്പിളുകളിൽ, ഇത് മാത്രമല്ല ഈവൻ PSC ഒക്കെ എഴുതുന്ന ആളുകളാണെങ്കിലും ഒക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും റീഡിങ് ഹാബിറ്റ്സ് വേണം. ഇംഗ്ലീഷിൽ നമുക്ക് കഴിയാവുന്ന അത്ര വേർഡ്സും അതിന്റെ മീനിങ്ങും നമ്മൾ പഠിച്ചു വെക്കണം. കാരണം നമുക്ക് അറിയില്ല ഏതാ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്കത് എഴുതാം. ഓക്കെ, ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യൂല, വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കഴിയൂല. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇംഗ്ലീഷ് നമ്മളിങ്ങനെ പേപ്പർ കഴിഞ്ഞ പ്രീവിയസ് പേപ്പർ ഇങ്ങനെ നോക്കുമ്പോൾ ഒന്ന് പഠിച്ചു നോക്കി നമ്മൾ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. അതിന്റെ കാരണം ഈ വൊക്കാബുലറി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ വൊക്കാബുലറി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഇംഗ്ലീഷ് പേപ്പർ എന്ത് ചെയ്യും, ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. ഓക്കെ, വൊക്കാബുലറി കുറയുന്നതിനനുസരിച്ച് ഇംഗ്ലീഷ് പേപ്പർ എന്ത് ചെയ്യും, ഈസി ആയിട്ട് മാറുകയും ചെയ്യും. പക്ഷെ അത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ വൊക്കാബുലറിന്റെ പ്രശ്നം നമുക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരിടുന്ന അതേ പ്രോബ്ലം ബാക്കി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ചത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം, അല്ലെ 50-50 ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അത് ഒഴിവാക്കുക, അത് അറ്റൻഡ് ചെയ്യാതിരിക്കുക, ആ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞ, ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നതിന് ശേഷം എക്സാമിനേഷൻ കുട്ടികൾ അയച്ചു തന്നപ്പോൾ ഞാൻ അതൊന്ന് നോക്കി. 25 ക്വസ്റ്റ്യൻസിൽ ഞാൻ 21 ഞാൻ അറ്റൻഡ് ചെയ്തത്. 21 ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ 3 ക്വസ്റ്റ്യൻസിന്റെ തെറ്റിപ്പോയി, 18 ക്വസ്റ്റ്യൻസ് ശരിയായി. എനിക്ക് കിട്ടിയത് 18 മാർക്കാണ്. ഓക്കെ, പക്ഷെ 3 ക്വസ്റ്റ്യൻസ് തെറ്റിയതുകൊണ്ട് 0.75 മാർക്ക് അങ്ങനെ പോകും. 17.25 മാർക്കാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, അപ്പൊ ചിലർ എന്ത് ചെയ്തിട്ടുണ്ടാവും, 25 കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ശരിയാണോ അറിയാതെ 25 അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ 5 ആയിരിക്കും ശരിയുള്ളത്. പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. 5 ശരി ഈ പിന്നെ 25 മൈനസ് ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.25 മൈനസ് കിട്ടും. ഓക്കെ, അപ്പൊ അതിന് മാർക്ക് ചെയ്താൽ പിന്നെ അയക്ക് എന്തെങ്കിലും ഇംഗ്ലീഷിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെ വിചാരിക്കും. അപ്പൊ ഡിഫിക്കൽട്ട് ആണോ അല്ലേ എന്നുള്ളതല്ല, നമുക്ക് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഉത്തരം കൊടുക്കുക. അല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. കാരണം 1 മാർക്കിനും 2 മാർക്കിനൊക്കെ കാരണം റാങ്ക് ലിസ്റ്റ് 100ഉം 200 റാങ്ക് ലിസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഒന്നില്ല, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. അല്ലെ, അപ്പൊ അതൊരു വൊക്കാബുലറി എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പൊ അത് കണ്ടാൽ തന്നെ അറിയാം, അതിലൊരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വായിച്ചു നോക്കാം. അപ്പൊ ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഓഡിയൻസ് ലോഫ്റ്റ് അറ്റ് ദ കോമിക്സ് ഡാഷ് സെൻസ് ഓഫ് ഹ്യൂമർ വൈൽ ദ റെസ്റ്റ് ഫൗണ്ട് ഹിം ടു ബി ടു സർഗാസ്റ്റിക്. ഓക്കെ, അപ്പൊ അവിടെ എന്തോ പറയുന്നത്, ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഓഡിയൻസ്. അപ്പൊ ഓഡിയൻസ്, അതായത് കാണുന്ന ഒരു ഷോ നടക്കുകയാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ്, അത് കാണുന്ന ആളുകളാണല്ലോ ഓഡിയൻസ് അല്ലെ. അപ്പൊ ആ ഓഡിയൻസിൽ
എന്താണ് ഓൺലി എ സ്മോൾ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഓഡിയൻസ് ലാഫ്ഡ് അറ്റ് ദ കോമിക്സ്. ഓക്കെ, കോമിക്സ് എന്ന് പറഞ്ഞാൽ കോമഡി. ഓക്കെ, അപ്പൊ ചിരിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ടപ്പോൾ ചിരിച്ചത് വളരെ കുറഞ്ഞ ആളുകളുള്ളൂ. ഡാഷ് സെൻസ് ഓഫ് ഹ്യൂമർ. ഡാഷ് ഉണ്ട് അവിടെ, പിന്നെ അതിന് സെൻസ് ഓഫ് ഹ്യൂമറും ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ചിരിപ്പിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ. വൈൽ ദ റെസ്റ്റ് ഫൗണ്ട് ഹിം ടു ബി ടു സർഗാസ്റ്റിക്. പക്ഷെ കുറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ എന്ത് ചെയ്തത് അതിൽ ഭാഗമായത്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്, അത് സർഗാസ്റ്റിക് ആയിട്ടാണ്, ഒരു സർഗാസം പോലെയാണ് അത് കൺസിഡർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരാന്ന് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ 4 എണ്ണത്തിന്റെയും അർത്ഥം അറിയണം. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുക. ഇതിലിപ്പോ എങ്ങനെ നോക്കുമ്പോ ഈ കോൺസിക്വൻഷ്യൽ എന്നുള്ളത് എന്താണ്, നമ്മളെ ആൾറെഡി നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത് അല്ലെ. കോൺസിക്വൻസസ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കോൺസിക്വൻസസ് അല്ലെ. നീ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ കോൺസിക്വൻസ് നീ അറിയേണ്ടി വരും അല്ലെ. അപ്പൊ എന്താണത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് അത് കോൺസിക്വന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിവിടെ വരുമോ? ഇല്ല, അതെന്തായാലും ഇവിടെ വരില്ല. അടുത്ത് നോക്കാം, അവാരീഷ്യസ് നോക്കാം. ഓക്കെ, അവാരീഷ്യസ് എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്, പിന്നെ ഈ പൈസക്ക് വേണ്ടിയുള്ള ആർത്തി. ഓക്കെ, അതാണ് അവാരീഷ്യസ് എന്ന് പറയുന്നത്. പിന്നെ ഡോൺലെസ് എന്നുണ്ട്. ഡോൺലെസ് എന്ന് പറഞ്ഞാൽ പേടിയില്ലാത്ത എന്നാണ്. ഓക്കെ, പിന്നെ മോർഡന്റ് എന്നുണ്ട്. മോർഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ക്രിറ്റിസിസം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 എണ്ണത്തിന്റെ അർത്ഥം നമുക്ക് ഡയറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മോർഡന്റ് ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് അറിയാത്ത ആളുകൾ എന്താ ചെയ്യുക, ഇതറിയാത്ത ആളുകൾ ആ ഉത്തരം അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക, നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകളിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം. അതാണ് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ശരിയാക്കി ആ മാർക്ക് നമ്മൾ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരാൻ മോർഡന്റ് എന്നാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ബിക്കോസ് ഹി വാസ് സോ ഡാഷ് ദ അത്ലറ്റ് വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ദ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഇൻ റെക്കോർഡ് ടൈം. ഓക്കെ, ബിക്കോസ് ഹി വാസ് സോ ഡാഷ്. ഓക്കെ, അപ്പൊ അയാൾ എന്തോ ഒന്ന് ആയിരുന്നു. സോ എന്ന് പറഞ്ഞില്ല, സോ ഗുഡ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. സോ ഗുഡ്, സോ ബാഡ്, സോ നൈസ് എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ അതുപോലെ എന്തോ ഒന്നാണ് ഇവിടെയും വരുന്നത്. ദ അത്ലറ്റ് വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ദ ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഇൻ റെക്കോർഡ് ടൈം. ഓക്കെ, അത്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്പോർട്സ് അത്ലറ്റ്. ഓക്കെ, അപ്പൊ അയാൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി അല്ലെ. അയാളുടെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ, ഒബ്സ്റ്റക്കിൾസ് ഒക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് റെക്കോർഡ്, അയാൾ ഒരു ഓട്ട മത്സരമാണെങ്കിൽ അയാളുടെ മുമ്പിലുള്ള എല്ലാ പിന്നെ തടസ്സങ്ങളും മാറിക്കടന്ന് അയാൾ എന്ത് ചെയ്തു, റെക്കോർഡ് ടൈമിൽ വിന്നറായി എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണമുണ്ട്, ബിക്കോസ് ഹി വാസ് സോ, അയാൾ എന്തോ ഒന്നായിരുന്നു. അപ്പൊ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അങ്ങനെ നോക്കാം, വൊളറ്റൈൽ എന്നുണ്ട് അല്ലെ. വൊളറ്റൈൽ എന്നുള്ളതിന്റെ മീനിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്താണ് വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ, എന്താ, പെട്ടെന്ന് മാറുന്ന, ചേഞ്ച് ആവുന്ന എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ് സ്പെക്യുലേറ്റീവ് എന്ന് പറയുന്നത്. സ്പെക്യുലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഗസ് ചെയ്യുന്ന അല്ലെ, പിന്നെ സംശയമുള്ള കാര്യങ്ങൾ ഒക്കെയാണ് സ്പെക്യുലേഷൻ, ഊഹാപോഹങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതാണ് സ്പെക്യുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഡിമ്യൂർ എന്ന് പറയുന്നത്. ഡിമ്യൂർ എന്ന് പറഞ്ഞാൽ മടിയായിട്ടുള്ള ഒരാൾ എന്നാണ്, മടിയനായിട്ടുള്ള ആൾ. ഇപ്പൊ വൊളറ്റൈലും സ്പെക്യുലേറ്റീവ് എന്തായാലും വരില്ല. പിന്നെ ഡിമ്യൂർ ഉണ്ട്. ഇപ്പൊ ഡിമ്യൂറും നിമ്പിളും നമുക്ക് അർത്ഥം അറിയില്ല, ഭൂരിഭാഗം ആളുകൾക്ക് അർത്ഥം അറിയുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് അറിയുമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അറ്റൻഡ് ചെയ്യാം. അറിയാത്തത് നമ്മൾ പോയി തല വെക്കരുത്, തെറ്റിപ്പോവും. ഓക്കെ, ഇവിടെ കറക്റ്റ് ആൻസർ നിമ്പിൾ എന്നാണ് പറയും. കാരണം നിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വേഗത്തിൽ എന്നൊക്കെ വരുന്ന ഒരു അർത്ഥമാണ്. ഓക്കെ, നിമ്പിൾ എന്ന് പറഞ്ഞാൽ വെരി ഫാസ്റ്റ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ നിമ്പിൾ എന്നാണ് ഇവിടെ കറക്റ്റ് ആൻസർ. അപ്പൊ ബിക്കോസ് ഹി വാസ് സോ നിമ്പിൾ അത്ലറ്റ് വാസ് ഏബിൾ ടു കംപ്ലീറ്റ് ഒബ്സ്റ്റക്കിൾ കോഴ്സ് ഇൻ റെക്കോർഡ് ടൈം. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഫോർ എ ഡാഷ് ഫീ it is possible to upgrade from regular gasoline to premium. Okay, അപ്പോൾ for a dash fee it is possible to upgrade from regular gasoline to gasoline എന്ന് പറഞ്ഞാൽ എന്താ, gasoline എന്ന് പറഞ്ഞാൽ പെട്രോളിന് പറയുന്ന മറ്റൊരു പേരാണ് gasoline. ഓക്കെ, നമ്മള് അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ gasoline എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ gasoline. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമുക്കറിയാം, നമ്മള് പെട്രോളൊക്കെ അടിക്കാൻ പമ്പിൽ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കറിയാം 2 തരത്തിലുള്ള പെട്രോൾ ഉണ്ട് ഇപ്പൊ അല്ലെ. പവർ പെട്രോളും ഉണ്ടാവും, പിന്നെ നോർമൽ പെട്രോളും ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, പോസിബിൾ ടു അപ്ഗ്രേഡ് ഫ്രം റെഗുലർ ഗ്യാസോലിൻ. റെഗുലർ എന്ന് പറഞ്ഞാൽ നോർമൽ, പ്രീമിയം എന്ന് പറഞ്ഞാൽ പവർ പെട്രോൾ. അപ്പോൾ പവർ പെട്രോളില് നമ്മൾ റെഗുലർ പെട്രോൾ അടിക്കുന്ന ഒരാളാണെങ്കിൽ ഫോർ എ ഡാഷ് ഫീ ഇറ്റ് ഈസ് പോസിബിൾ ടു അപ്ഗ്രേഡ് ഫ്രം റെഗുലർ ഗ്യാസോലിൻ ടു പ്രീമിയം. ഓക്കെ, ഫോർ എ ഡാഷ് ഫീ. അപ്പോൾ ഒരു സജഷൻ ആണത്. അതായത് ചെറിയൊരു പൈസ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ പെട്രോളിൽ നിന്ന് പ്രീമിയം പെട്രോളിലേക്ക് മാറാൻ പറ്റും. ഒരു ചെറിയ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എന്നുള്ളൊരു അർത്ഥമാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞ തവണ ഏറിയ കുട്ടികൾ ഒരുപാട് മാക്സിമം ഏറെക്കുറെ എല്ലാവരും ആൻസർ ചെയ്ത ഒരു ചോദ്യമായിരുന്നത്. ഇവിടെ ആൻസർ വരിക എന്താ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ആൾറെഡി അവിടെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നോമിനൽ അല്ലെ. നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ചെറിയൊരു എമൗണ്ട്, മാർജിനൽ ആയിട്ടുള്ള ചെറിയ, വെരി സ്മോൾ, മിനിമൽ ഇൻ എമൗണ്ട്, അതാണ് നോമിനൽ എന്ന് പറയുന്നത്. നോമിനൽ എന്ന് പറഞ്ഞാൽ മിനിമൽ എന്നാണ് അർത്ഥം.
ഒരു മിനിമം ഒരു ഫീ എക്സ്ട്രാ പേ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? റെഗുലർ ഗ്യാസോലിൽ നിന്ന് പ്രീമിയം ഗ്യാസോലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് അവിടെ അതിന്റെ ആൻസർ വരിക. ഇനി അടുത്തതിലേക്ക് 29, ക്വസ്റ്റ്യൻ നമ്പർ 29. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. സാംസ് ഫ്യൂലിംഗ് ഹൈക്ക് ഇൻക്ലൂഡഡ് പാസിംഗ് ത്രൂ ന്യൂമറസ് ഡാഷ്. ഓക്കെ, ഹൈക്ക് എന്ന് പറയുന്നത് എന്താ? ഹൈക്കിങ് അല്ലെ, ആളുകൾ ഹൈക്കിങ്ങിന് പോവാന്ന് പറയല്ലേ. അപ്പൊ ഹൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? കുറച്ച് സ്ഥലങ്ങൾ പാസ് ചെയ്യേണ്ടി വന്നു. ന്യൂമറസ് എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണമറ്റ, ഒരുപാട് അല്ലെ. എങ്ങനത്തെ പ്ലേസുകളാണ് പാസ് ചെയ്യേണ്ടി വന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ജൂറിസ്ഡിക്ഷൻ, ആദ്യം തന്നെ നമുക്ക് കാണാം ജൂറിസ്ഡിക്ഷൻ, അത് എന്തായാലും വരില്ല. ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഒഫീഷ്യൽ പവർ അല്ലെ, ഒരു ലീഗൽ ഡിസിഷൻ ഒക്കെ എടുക്കുക, അതാണ് ജൂറിസ്ഡിക്ഷൻ. അപ്പൊ അത് ഇതുമായിട്ടൊരു ബന്ധമല്ല. പിന്നെ ഉള്ളത് എന്താ? ബെൽഫ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൽഫ്രൈസ് എന്ന് പറയുന്നത് ബെല്ല്, ചർച്ചിലൊക്കെ ബെല്ലടിക്കൂലേ, അതിനാണ്, ആ ഒരു സ്ഥലത്തിനൊക്കെ പറയുന്ന പേരാണ് ബെൽഫ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് നിയോപ്രീൻ എന്നാണ്. ഓക്കെ, നിയോപ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലാണ്. നമ്മൾ പോളിത്തീൻ എന്നൊക്കെ പറയുന്ന പോലെ നിയോപ്രീൻ ഒരു ഈ വാട്ടർ പ്രൂഫ് സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് നിയോപ്രീൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റേവിൻസ് എന്നാണ്. റേവിൻസ്. ഓക്കെ, അപ്പൊ റേവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? റേവിൻസ് എന്ന് പറഞ്ഞാല് വലിയ ഡീപ്പായിട്ടുള്ള ചെങ്കുത്തായിട്ടുള്ള നമ്മളെന്താ പറയാ, വാലീസ്. ഓക്കെ, ചെങ്കുത്തായിട്ടുള്ള ഈ വെള്ളം ഒഴുകുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു പാത്വേ. ഓക്കെ, ഡീപ്പായിട്ടുള്ള നാരോ പാത്തുകൾ. ഓക്കെ, വളരെ ഇടുങ്ങിയ വഴികൾ, അതാണ് റേവിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈക്ക് ചെയ്യാണ് അല്ലെ. അപ്പൊ കുന്നുമലയൊക്കെ മൗണ്ടെയിൻ ഹൈക്ക് ചെയ്യുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നമാണത്. അപ്പൊ അവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക റേവിൻസ് എന്നാണ് ഉത്തരം വരിക. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ fill in the blank space with the correct option. David's dash entrance on stage disrupted the scene and caused the actor. ഇപ്പൊ നമ്മൾ ഈ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഏറെക്കുറെ എല്ലാവരും ആൻസർ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ, റേവിൻസ് എന്നുള്ള ഉത്തരം. പിന്നെ fill in the blank space with the correct option. David's dash entrance on stage disrupted the scene and caused the actors to flub their lines. ഓക്കെ, ഇപ്പൊ ഡേവിഡ് ഒരു വ്യക്തിയാണ്, അയാളുടെ എൻട്രൻസ് ഓൺ സ്റ്റേജ്. ഓക്കെ, അപ്പൊ അയാള് സ്റ്റേജിലേക്ക് വന്നു എന്നാണ്. എൻട്രൻസ് എന്ന് പറഞ്ഞാൽ വരിക എന്നാണല്ലോ, സ്റ്റേജിലേക്ക് പ്രവേശിച്ചു എന്നാണ്. പക്ഷെ അയാൾ പ്രവേശിച്ചപ്പോ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. എന്താ ഉണ്ടായത്? ഡിസ്റപ്റ്റഡ് ദ സീൻ. ഡിസ്റപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൊളാക്കി എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അലങ്കോലാക്കി എന്ന് പറയില്ല, ഡിസ്റപ്റ്റഡ് എന്ന് പറയാം. അപ്പോൾ ഡേവിഡ് സ്റ്റേജിലേക്ക് വന്ന ടൈമിൽ എന്ത് ചെയ്തു? ഡിസ്റപ്റ്റ് ചെയ്തു, ആ സീനിനെ ഡിസ്റപ്റ്റ് ചെയ്തു. അപ്പൊ ഒരു സീൻ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഒരു ഡ്രാമ അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഡേവിഡ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? ആ ബാക്കി ആക്ടേഴ്സിന്റെ ഒക്കെ താളം നഷ്ടപ്പെട്ടു. അതാണ് ആക്ടേഴ്സ് ടു ഫ്ലബ് ദെയർ ലൈൻസ് എന്ന് പറഞ്ഞാല് ആക്ടേഴ്സിന് അവരുടെ ഒരു താളം, ആ ഒരു ഓളം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ഒരു നാടകത്തിനിടയിൽ എപ്പോഴാണ് ആ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാൾ തന്നെയാണ് ഡേവിഡ്. അപ്പൊ ഡേവിഡ് സ്റ്റേജിലേക്ക് വന്നപ്പോ എന്ത് ചെയ്തു? ബാക്കിയുള്ളവരൊക്കെ അമ്പരന്ന് പോയി, ബാക്കിയുള്ളവരൊക്കെ ആകെ അലങ്കോലായ പോലെ, കൊളായ പോലെ നിന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഡേവിഡ് വന്നത് തെറ്റായ സമയത്താണ്. ഡേവിഡിന് വരേണ്ട സമയമായിരുന്നില്ല ഡേവിഡ് വരേണ്ടിയിരുന്നത്. ഡേവിഡ് കറക്റ്റ് സമയമല്ല വന്നത്, അതാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം. പ്രിസൈസ് എന്നുണ്ട് അവിടെ, അൺടൈംലി എന്നുണ്ട് അല്ലെ. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ആ പ്രിസൈസ് അവിടെ വെച്ച് നോക്കുക. അപ്പൊ ഡേവിഡ് പ്രിസൈസ് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കൃത്യ സമയത്ത് വന്നപ്പോ എന്താണ്? സീന് ഡിസ്റപ്റ്റ് ചെയ്തു. അങ്ങനെ എന്തായാലും വരൂലല്ലോ അല്ലെ. അപ്പൊ പിന്നെ വേറെ എന്താ ഉള്ളത്? അൺടൈംലി എന്നുണ്ട്. അൺടൈംലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മീനിങ് അറിയുന്നതാണ്. ടൈംലി എന്ന് പറഞ്ഞാൽ എന്താ? യുവർ ടൈംലി സബ്മിഷൻ ഈസ് റിക്വയർഡ് എന്ന് പറയാൻ എന്താ? നിങ്ങൾ സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്യണം അല്ലെ. അപ്പൊ ടൈംലി. അൺടൈംലി എന്ന് പറഞ്ഞാൽ എന്താ? നേരം തെറ്റിയത്. അപ്പൊ നേരം തെറ്റി. ഇപ്പൊ ഡേവിഡ്സ് അൺടൈംലി എൻട്രൻസ് ഓൺ സ്റ്റേജ് ഡിസ്റപ്റ്റഡ് ദ സീൻ. ഇതും കുറെ എല്ലാവരും ആൻസർ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് fill in the blank space with the correct option. The curious crowd gathered to watch the irate customers dash about the poor service he received in restaurant. Okay, ഇതൊരു കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. പക്ഷെ ആന്റിക് എന്നൊക്കെ ഉള്ള മീനിങ്ങും അതുപോലെ ട്രിവിയലൈസ് എന്ന് പറയുന്ന മീനിങ് ഒക്കെ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ അറിയുന്നുണ്ടാവും. ആന്റിക് എന്ന് പറഞ്ഞാൽ എന്താ? പഴയ സാധനങ്ങളിലെ ഓൾഡ് ഫാഷൻ എന്നൊക്കെ പറയുന്നതാണ്. പിന്നെ ട്രിവിയലൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രിവിയലൈസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് എന്താ പറയാ, വില കുറച്ച് കാണാം, അങ്ങനത്തൊക്കെയാണ് ട്രിവിയലൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെയുള്ള രണ്ടെണ്ണം കുറച്ച് ഡിഫിക്കൽട്ട് വേർഡ്സ് തന്നെയായിരുന്നു, റാൻഡ് അതുപോലെ ഫെറ്റർ. ഓക്കെ, ഇപ്പൊ റാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ലൗഡായിട്ട് സംസാരിക്കുക, ദേഷ്യത്തോടു കൂടി സംസാരിക്കുക എന്നുള്ളതാണ്. ഫെറ്റർ എന്ന് പറഞ്ഞാൽ ഒരാളെ റെസ്ട്രിക്ട് ചെയ്യാന്നൊക്കെയാണ് അർത്ഥം. ഫെറ്റർ ഒരാളുടെ ഫ്രീഡത്തെ റെസ്ട്രിക്ട് ചെയ്യാന്നുള്ള ഒരു അർത്ഥമൊക്കെയാണ്. അപ്പൊ ഇവിടെ എന്താണ്?
The curious crowd gathered to watch the irate customers dash about the poor service he received in the restaurant. റെസ്റ്റോറന്റിൽ നിന്നൊരു കസ്റ്റമർക്ക് വളരെ പുവർ സർവീസ് ആണ് കിട്ടിയത്. അയാൾ അതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ പിന്നെ എന്താ ഹോട്ടൽ അധികാരികളുമായിട്ട് ഒച്ച വെക്കുന്ന ഒരു ദൃശ്യം കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയെന്നാണ്. ഓക്കെ, അപ്പൊ അവിടെ റാൻഡ്, ദേശത്തോടെ സംസാരിക്കുക, റാൻഡ് എന്നുള്ള ഒരു ഉത്തരമാണ് അവിടെ കിട്ടുക. ഓക്കെ, അടുത്തത് പിക്ക് ഔട്ട് ദ ഓഡ് ഓപ്ഷൻ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഈ പിക്ക് ഔട്ട് ഓഡ് ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് വിടാൻ പാടില്ല. നമ്മൾക്കത് എന്തായാലും നമ്മൾ കിട്ടും. കാരണം ഏതെങ്കിലും ഒരു 2 അല്ലെങ്കിൽ 3 അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ 4 വേർഡ് ഉണ്ട്. ഈ 4 വേർഡിന്റെ മീനിങ്ങിലാണ് കാര്യം. ഓക്കെ, ഇപ്പൊ ഇവിടെ ബ്രെവിറ്റി എന്നുണ്ട്, കൺസൈസ്നെസ് എന്നുണ്ട്, സർക്കം ലൊക്കേഷൻ എന്നുണ്ട്, അതുപോലെ സക്സിൻഷൻസ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഈ ബ്രെവിറ്റി, കൺസൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയത് എന്നാണ്. ഓക്കെ, ചുരുങ്ങിയ രൂപത്തിൽ, ചെറിയ രൂപത്തിൽ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പ്രിസൈസ് ആയിട്ട്, കൺസൈസ് ആയിട്ട് പറയൂന്നൊക്കെ നമ്മൾ പറയൂലേ. അതുപോലെ സക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. ഓക്കെ, ബ്രീഫ് ആയിട്ടുള്ള എന്നൊക്കെ അർത്ഥമാണ്, എലോബറേറ്റ് ആവാത്ത എന്നൊക്കെ അർത്ഥമാണ്. പിന്നെ ഉള്ളത് എന്താ, സർഗം ലൊക്യൂഷൻ എന്നാണ്. സർഗം ലൊക്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, നമ്മള് എന്താ പറയാ, ഡയറക്റ്റ് ആയിട്ട് പറയാതെ വളച്ചൊടിച്ച് പറയാന്ന് പറയില്ല, അതിനാണ് സർഗം ലൊക്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ് വരിക, സർഗം ലൊക്യൂഷൻ. ഓക്കെ, കാരണം ബാക്കി 3 എന്താണ്, കുറഞ്ഞ രീതിയിൽ, കുറഞ്ഞ ബ്രീഫ് ആയിട്ട് എന്നൊക്കെ ഉള്ള അർത്ഥം. സർഗം ലൊക്യൂഷൻ എന്ന് പറഞ്ഞാൽ വളഞ്ഞ് പിടിക്കുന്ന അല്ലെങ്കിൽ കുറെ ഇലാബറേറ്റ് ചെയ്ത് പറയാന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ഏതാണ്, വിട്ടു നിൽക്കുന്ന ഒറ്റയാനാരാണ്, സർഗം ലൊക്യൂഷൻ ആണ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്. അല്ലെ, കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, 2 വേർഡ് ചേർത്ത് വെച്ച് പുതിയൊരു വേർഡ് ഉണ്ടാക്കുമ്പോഴാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. അല്ലെ, ഇപ്പൊ നോക്കാം, ഹാർഡ് വയേർഡ്. അപ്പൊ ഹാർഡ് വയേർഡ് നമ്മള് അതിന് 2 പീസ് ആക്കി നോക്കുക. ഹാർഡ് വയേർഡ്, ഹാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ്, അതിന് അർത്ഥമുണ്ട്. വയേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ്, അതിനും അർത്ഥമുണ്ട്. റൺ ഓഫ് ദ മിൽ, പിന്നെ എന്തായാലും കോമ്പൗണ്ട് വേർഡ് ആണ്, കാരണം അതിൽ 1, 2, 3, 4 പാർട്സ് വരുന്നത് അല്ലെ. പിന്നെ ബോട്ടിൽ നെക്ക്, ബോട്ടിൽ അർത്ഥമുണ്ട്, നെക്ക് അതിനും അർത്ഥമുണ്ട്. ഓക്കെ, പിന്നെ ഉള്ളതോ മൈൻ സ്ട്രോൺ. ഓക്കെ, മൈനിന് അർത്ഥമുണ്ട്, മൈൻ എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട്, പക്ഷെ സ്ട്രോണിന് അർത്ഥം ഉണ്ടോ, ഇല്ല. അതിനെങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. മൈൻ സ്ട്രോൺ എന്ന് പറഞ്ഞാൽ അതൊരു ഭക്ഷണ വസ്തു കൂടിയാണ്. ഓക്കെ, ഇപ്പൊ ഭക്ഷണ വസ്തു ആണത്, അത് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല. അതൊരു കോമ്പൗണ്ട് വേർഡ് അല്ല, അതൊരു സിംഗിൾ വേർഡ് തന്നെയാണ്. അത് ഐ മീൻ 2 വേർഡ്സ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പുതിയ വേർഡ് അല്ല മൈൻ സ്ട്രോൺ എന്ന് പറയുന്നത്. മൈൻ സ്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ വേർഡാണ്. ബാക്കിയുള്ളതൊക്കെ 2 വേർഡ്സോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ വേർഡ്സോ ചേർത്തി ഉണ്ടാക്കിയ ഒരൊറ്റ വേർഡാണ്. അതുകൊണ്ടാണ് അത് കോമ്പൗണ്ട് വേർഡ്. പക്ഷെ ഓപ്ഷൻ ഡി കോമ്പൗണ്ട് വേർഡ് അല്ല. അപ്പൊ കോമ്പൗണ്ട് വേർഡ് എന്താണ്, കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഓ അതിലധികമോ വേർഡ്സ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, പുതിയൊരു വേർഡ് ഉണ്ടാക്കിയാലാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. ഇപ്പൊ കോമ്പൗണ്ട് വേർഡ് അല്ലെങ്കിൽ നമ്മളത് ആ വേർഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് അതിന് മീനിങ് ഉണ്ടാവില്ല. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് കറക്റ്റ് ഓപ്ഷൻ. ദ ലീഡേഴ്സ് ഹു ലോസ് ദെയർ ലൈഫ്സ് ഇൻ ദ റെവല്യൂഷണറി വാർ വേർ ഡാഷ് ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഓപ്ഷൻ ബി അല്ലെ, രക്തസാക്ഷികൾ എന്നുള്ള അർത്ഥം, മാർട്ടിയേഴ്സ്, രക്തസാക്ഷികൾ. അതായത് ഇന്ത്യയിലെ ലീഡേഴ്സ് എന്താണ്, അവര് ജീവൻ നഷ്ടപ്പെടുത്തി അല്ലെ, വിപ്ലവ യുദ്ധത്തിൽ, വിപ്ലവ വാർ, റെവല്യൂഷണറി വാർ എന്ന് പറഞ്ഞാൽ വിപ്ലവ യുദ്ധം അല്ലെ. അപ്പൊ ആ വിപ്ലവത്തിൽ പങ്കെടുത്ത് ജീവൻ നഷ്ടപ്പെട്ട ലീഡേഴ്സ് ഒക്കെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിൽ, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ രക്തസാക്ഷികളാണ് എന്നാണ് അർത്ഥം, മാർട്ടിയേഴ്സ്. അത് എല്ലാവർക്കും അറിയുന്ന വേർഡാണല്ലോ മാർട്ടിയർ എന്നുള്ളത് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് മാർട്ടിയേഴ്സ് എന്നുള്ള വേർഡ് നമുക്ക് കൃത്യമായിട്ടും അറിയും. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ മീൻ നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ കണ്ട് ക്ലാസ്സുകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ പറയാൻ പറ്റും. റപ്പോർട്ട് ഉള്ള ഒരു അർത്ഥം അല്ലെ, റപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറുമ്പോൾ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് കുട്ടികളുമായിട്ടൊരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയും അല്ലെ. റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളുമായിട്ടൊരു കണക്ഷൻ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയാം, ഒരു റിലേഷൻ. അപ്പോൾ ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ സെയിൽസ്മെൻ ടു ഡെവലപ്പ് എ ഗുഡ് ഡാഷ് വിത്ത് ദെയർ കസ്റ്റമേഴ്സ് ഇൻ ഓർഡർ ടു ഗെയിൻ ദെയർ ട്രസ്റ്റ്. അപ്പോൾ സെയിൽസ്മാൻ, ഒരു കടയിലെ സെയിൽസ്മാന് കസ്റ്റമേഴ്സുമായിട്ടൊരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. എന്തിന്, ടു ഗെയിൻ ദെയർ ട്രസ്റ്റ്, അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഒരു കടയിലേക്ക് ഒരാൾ സാധനം മേടിക്കാൻ വന്നാല് ഡയറക്റ്റ് അയാൾക്ക് ആ സാധനം എടുത്തു കൊടുക്കാതെ അയാളോടൊന്ന് സംസാരിച്ച് അയാളൊന്ന് വലയിലാക്കാം അല്ലെ, അയാളുടെ ഒരു വിശ്വാസം നേടിയെടുക്കാം. എന്നാ പിന്നെ എന്ത് ചെയ്യും, നമ്മളെ അയാൾക്ക് വിശ്വാസം ഉണ്ടാവും. അപ്പൊ റാപ്പോർട്ട് അല്ലെ, അതാണ് അതിന്റെ അർത്ഥം. പിന്നെ ബാക്കി വേർഡ്സിന്റെ അർത്ഥം പ്ലാറ്റിറ്റ്യൂഡ് അല്ലെ. പ്ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരുന്നു, പ്ലാറ്റിറ്റ്യൂഡ് ഞാൻ ഓർക്കുന്നില്ല എന്താണ് അർത്ഥം എന്നുള്ളത്. പിന്നെ ട്രിബ്യൂട്ട് നമുക്കറിയാം അല്ലെ. ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ ട്രിബ്യൂട്ട് ടു MS ധോണി അല്ലെങ്കിൽ ട്രിബ്യൂട്ട് ടു മോഹൻലാൽ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ അല്ലെ. അതായത് റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ട്
അല്ലെങ്കിൽ അഡ്മിറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് അയാളെ കുറിച്ച് എന്തെങ്കിലും ചെയ്യേ അല്ലെങ്കിൽ കൊടുക്കുക ചെയ്യുന്നതിനാണ് ട്രിബ്യൂട്ട് എന്ന് പറയാം. ഓക്കെ. പിന്നെ ഇർ എന്നുള്ളൊരു പറയുന്നുണ്ട് അല്ലെ. ഇർ എന്ന് പറഞ്ഞാൽ സ്ട്രോങ്, ഭയങ്കരമായിട്ടുള്ള ദേഷ്യം എന്നാണ് അതിന്റെ അർത്ഥം. IR. ഓക്കെ. ഇർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓൾഡ് ഇംഗ്ലീഷ് ടേമാണ്. പ്ലാറ്റിറ്റ്യൂഡിന്റെ ഞാൻ ഓർക്കുന്നില്ല, തോന്നുന്നത് അറിയില്ല. ഞാനത് പിന്നെ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. പ്ലാറ്റിറ്റ്യൂഡ്. ഓക്കെ. പിന്നെ അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ദ ബറ്റാലിയൻസ് ഡാഷ് വാസ് എ വെൽ ഫോർട്ടിഫൈഡ് സ്ട്രക്ചർ നിയർ ദ enemy lines. ഓക്കെ. ബറ്റാലിയൻസ് ഡാഷ്, ഇത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം. ചിലർക്കൊക്കെ ഇത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളെ ഈ ഇംഗ്ലീഷ് പേപ്പറുകളൊക്കെ വായിച്ച് ശീലമുള്ള ആളുകൾക്ക് യുദ്ധത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് കിട്ടും ഗാരിസ് എന്നുള്ള അർത്ഥം. ഗാരിസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പട്ടാളക്കാരനാണ്. ഓക്കെ. ഗാരിസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം പട്ടാളക്കാരനാണ്. അപ്പോൾ ദ ബറ്റാലിയൻസ് ഗാരിസൺ വാസ് എ വെൽ ഫോർട്ടിഫൈഡ് സ്ട്രക്ചർ നിയർ ദ enemy ലൈൻസ്. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പട്ടാളക്കാർ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു 10-12 പേരടങ്ങുന്ന, അല്ലെങ്കിൽ 10-20 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് തമ്പടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ അല്ലെ, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അവരൊരു സ്ഥലത്ത് പോയി നിൽക്കുമല്ലോ, ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ഗാരിസൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ വാർ റിലേറ്റഡ് ടോപ്പിക് ഒക്കെ, എസ്പെഷ്യലി നമ്മള് റഷ്യ ഉക്രൈൻ സമയത്ത് വാർ നടക്കുന്ന ആ സമയത്തൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പത്രങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്ന വേർഡാണ് ഗാരിസൺ. റഷ്യാസ് മിസൈൽ ഡിസ്ട്രോയ്സ് ദ ഗാരിസൺ. ഓക്കെ. അങ്ങനെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തവണ വന്നിട്ടുണ്ടായ ഒരു വേർഡായിരുന്നു ഗാരിസൺ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ദ ബറ്റാലിയൻസ് ഗാരിസൺ. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന മീനിങ് തന്നെയാണ്. വില്ല എന്തായാലും വരില്ല, പട്ടാളക്കാരൻ എന്തായാലും വില്ലയിലല്ല ഉണ്ടാവുക. പിന്നെ സമ്മറി എന്തായാലും വരില്ല. പിന്നെ ലേബരിന്ത് എന്നുണ്ട് അല്ലെ. ലേബരിന്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് വഴികൾ, നമ്മൾക്ക് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വഴികൾ, കോംപ്ലിക്കേറ്റഡ്, അതായത് നമ്മൾ ഈ വഴി കാണിച്ചു കൊടുക്കൂലേ. പണ്ട് കാലത്ത് നമ്മൾ ഗെയിമൊക്കെ കളിക്കും, നടുവില് ഒരു എലി കുടുങ്ങി കിടക്കുന്നുണ്ടാവും, ആ എലിക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക അല്ലെ. എന്നിട്ട് ഒരുപാട് കോളം പോലെ ഉണ്ടാവും, ഒരൊറ്റ വഴി മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ടാവുള്ളൂ, ഒരു മെയ്സ് പോലെ അല്ലെ. അതാണ് ലേബരിന്ത്. അപ്പൊ അതുമല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഗാരിസൺ. ഓക്കെ. അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഹി അറൈവ്ഡ് ഡാഷ് ആസ് യൂഷ്വൽ, ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ഡാഷ് ദാൻ ഹി ഡിഡ്. ഓക്കെ. അപ്പൊ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. 2 ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഉണ്ടാവും. അപ്പൊ ഹി അറൈവ് ഡാഷ് ആസ് യൂഷ്വൽ. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളെ ഹാബിറ്റ് ഒക്കെ പറയുമ്പോൾ ആസ് യൂഷ്വൽ, യൂഷ്വലി അവൻ ലേറ്റ് ആയിട്ടാണ് വരില്ല, അല്ലെങ്കിൽ യൂഷ്വലി അവൻ നേരത്തെ വരും, ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾക്ക്. അപ്പൊ അതാണ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹാബിച്വൽ ആക്ഷൻ എന്നാണ്, അയാളുടെ ശീലമാണ് അത് എന്നാണ്. ഓക്കെ. അപ്പൊ അത് നമുക്ക് മനസ്സിലായി. ഹി അറൈവ്ഡ്, അവൻ വന്നു. ആസ് യൂഷ്വൽ, അവൻ സാധാരണ വരുന്നവൻ, അവന്റെ ശീലം പോലെ തന്നെ അവൻ വന്നു. ഡാഷിന്റെ അവിടെ എന്താന്ന് നമുക്ക് അറിയില്ല. ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ഡാഷ് ദാൻ ഹി ഡിഡ്. ചീഫ് ഗസ്റ്റ് പോലും എന്ത് ചെയ്താണ്, ഡാഷ് ദാൻ ഹിം, അവനേക്കാൾ എന്തായിട്ട് വന്നു, അതാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താണ്, നമുക്ക് ഓരോന്നും അവിടെ വെച്ച് നോക്കണം. അപ്പൊ നമ്മൾ ഓപ്ഷൻ എ എടുത്ത് നോക്കാം. ഹി അറൈവ്ഡ് ഏർലി ആസ് യൂഷ്വൽ, ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ലേറ്റർ ദാൻ ഹി ഡിഡ്. ഓക്കെ. ഹി അറൈവ്ഡ് ഏർലി ആസ് യൂഷ്വൽ. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഏർലി അവിടെ വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ വരിക, ഹി അറൈവ്ഡ് ഏർലി ആസ് യൂഷ്വൽ, അവൻ സാധാരണ പോലെ തന്നെ നേരത്തെ വന്നു. ഈവൻ ചീഫ് ഗസ്റ്റ് കെയിം ഡാഷ് ദാൻ ഹി ഡിഡ്. ഓക്കെ. അപ്പൊ അവിടുത്തെ ലേറ്റർ എന്നാണ്. അപ്പൊ ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ലേറ്റർ ദാൻ ഹി ഡിഡ്, അവൻ വൈകി വന്നതിനേക്കാൾ നേരത്തെ എന്ത് ചെയ്തു, ഇയാള് വന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല അല്ലെ. കാരണം അവൻ നേരത്തെ വന്നു എന്നാ പറയുന്നത്. അപ്പൊ നേരത്തെ ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ വന്നതിനേക്കാൾ ലേറ്റ് ആയിട്ട് ചീഫ് ഗസ്റ്റ് വന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല അല്ലെ. അപ്പൊ അതെന്തായാലും ഫസ്റ്റ് ഓപ്ഷൻ അവിടെ വരാൻ പറ്റൂല. അപ്പൊ അത് തെറ്റി. ഈ രണ്ടാമത്തെ വെച്ച് നോക്കാം. രണ്ടാമത്തെ നോക്കൂ, ഏർലിയർ ലേറ്റ് എന്നല്ലേ. അപ്പൊ നമ്മൾ നോക്കാം, ഹി അറൈവ്ഡ് ഏർലിയർ ആസ് യൂഷ്വൽ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ, ഈ ഏർലിയർ എന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ നടത്തുമ്പോഴാണ് അല്ലെ. ഐ കെയിം ഏർലിയർ ദാൻ യു, ഞാൻ നിന്നേക്കാൾ നേരത്തെ എത്തി. ഹി കെയിം ഏർലിയർ ദാൻ ഹിം, അവനേക്കാൾ നേരത്തെ. അപ്പൊ ഏർലിയർ എന്ന് പറയുമ്പോൾ ഇവിടെ കമ്പാരിസൺ വേണം, അതായത് വേറെ ഒരാൾ. ഇപ്പൊ ഇവിടെ ഹി അറൈവ്ഡ് എന്ന് പറയുന്നത് അവൻ വന്നു എന്നാണ്. എന്നാൽ വേറെ ആരെങ്കിലും ദാൻ ഹിം, ദാൻ ഹെർ, ദാൻ മൈ ഫ്രണ്ട്, അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടോ? ഇല്ല അല്ലെ. ഹി അറൈവ് ഡാഷ് ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് അവിടെ കംപ്ലീറ്റ് ആയി, ഫുൾ സ്റ്റോപ്പ് വന്നു. അപ്പൊ അവിടെ വേറൊരാൾ വന്നതുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല ആ സെന്റൻസിൽ. അപ്പോ അവിടെ നമുക്ക് ഏർലിയർ എന്ന് കൊടുക്കാൻ ഫസ്റ്റ് പറ്റൂല. അപ്പൊ ആ ഓപ്ഷൻ ക്യാൻസൽ ആയി പോയി. ഇനി അടുത്തത് നോക്കൂ, ലേറ്റ് ഏർലിയർ. അപ്പോ ഹി അറൈവ്ഡ് ലേറ്റ് ആസ് യൂഷ്വൽ, അവൻ സാധാരണ പോലെ ലേറ്റ് ആയിട്ട് വന്നു. ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ഏർലിയർ ദാൻ ഹി ഡിഡ്. യെസ്, പ്രധാന അതിഥി ചീഫ് ഗസ്റ്റ് പോലും അവൻ വന്നതിനേക്കാൾ നേരത്തെ വന്നു. ഓക്കെ, അത് കറക്റ്റ് ആണ്. അത് നമ്മൾ കൊടുത്തു. അപ്പൊ അത് ശരി ഉത്തരാണ്.
ഇനി അവസാനത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ, ലേറ്റർ എന്നാ വന്നത്. പക്ഷെ ലേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ചെയ്യാൻ അവിടെ ദാൻ ഹിം, ദാൻ ഹെർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഓപ്ഷൻ സിയിൽ നിങ്ങൾ കണ്ടോ, സെക്കൻഡ് പാർട്ട് നോക്കൂ, ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ഏർലിയർ ദാൻ ഹീ ഡിഡ് കേട്ടോ. അപ്പൊ ഏർലിയർ, ലോങ്ങർ, ബിഗ്ഗർ, സ്മോളർ, ലാർജർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വേറൊരു സാധനവുമായിട്ട് കമ്പയർ ചെയ്യാണ്. ദിസ് ഹൗസ് ഈസ് ബിഗ്ഗർ ദാൻ ദാറ്റ് ഹൗസ്. ഓക്കെ, ഐ ആം ടോളർ ദാൻ യു. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ടോളർ, ലാർജർ, സ്മോളർ, ഏർലിയർ എന്നൊക്കെ പറയുമ്പോൾ കമ്പാരിസൺ വരണം. ഇവിടെ ഈവൻ ദ ചീഫ് ഗസ്റ്റ് കെയിം ഏർലിയർ ദാൻ ഹീ ഡിഡ് കേട്ടോ. അവൻ വന്നതിനേക്കാൾ നേരത്തെ ചീഫ് ഗസ്റ്റ് വന്നു. അപ്പൊ രണ്ടുപേരെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ കറക്റ്റ് ഓപ്ഷൻ സി, ലേറ്റ്, ഏർലിയർ. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. അടുത്തത്, കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. വൈ ഡോണ്ട് യു ടേൺ അപ്പ് അറ്റ് ദ മീറ്റിംഗ്, വി ഓൾ വെർ ഡാഷ് വെയിറ്റിംഗ് ഫോർ യു. ഒരു ചോദ്യമാണ് അല്ലെ. വൈ ഡിഡ് യു ടേൺ അപ്പ് അറ്റ് ദ മീറ്റിംഗ്, എന്താ മീറ്റിംഗിന് വരാതിരുന്നത്? വി ഓൾ വെർ വെയിറ്റിംഗ് ഫോർ യു, ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു, നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ എങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നില്ല. അവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണുള്ളത് അല്ലെ. അത് എല്ലാവരും ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഈഗർലി അല്ലെ. ഈഗർലി എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പ്രതീക്ഷയോടെ, ഹോപ്പ്ഫുള്ളി, പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുക എന്ന് പറയില്ലേ. ഈഗർലി അവൈറ്റിംഗ് ഫോർ യുവർ സ്പീച്ച്, നിങ്ങളുടെ പ്രസംഗത്തിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കണം അല്ലെ. ഈഗർലി എന്നാണ് അർത്ഥം, വേറെ ഒന്നും അവിടെ മീനിങ് വരില്ല. ക്യൂരിയസ്ലി എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും, പക്ഷെ ക്യൂരിയസ്ലി എന്ന് വരില്ല. കാരണം ഈഗർലി ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് വന്നില്ല. ക്യൂരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒന്ന് ഒരു പെർഫോമൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ വി ഓൾ വെർ ഡാഷ് വെയിറ്റിംഗ് ഫോർ യു, ഈഗർലി എന്നുള്ളതാണ് അവിടെ കറക്റ്റ് ആൻസർ വരിക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് റിട്ടൺ കറക്റ്റ്ലി. അപ്പോൾ 4 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഇതിൽ ഏതാണ് കറക്റ്റ് സെന്റൻസ് എന്നാണ്. അപ്പോൾ 3 തെറ്റാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഫസ്റ്റ് നോക്കുക, ദ എയർ ഫിൽഡ് ദ ക്ലോയിങ് സെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടോ. ദ എയർ ഫിൽഡ് ദ ക്ലോയിങ് സെന്റ് ഓഫ് ഫ്ലവേഴ്സ്. എയർ ഫിൽഡ്, എയർ ഫിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വായു അല്ലെ. വായു നിറച്ചു എന്ത്? ദ ക്ലോയിങ് സെന്റ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ വായു പൂക്കളുടെ മണം നിറച്ചു, അങ്ങനെ ഒരു അർത്ഥം വരുമോ? ഇല്ല. പൂക്കളുടെ മണം വായുവിൽ നിറഞ്ഞു എന്ന് നമുക്ക് പറയാം അല്ലെ. പൂക്കളുടെ മണം വായുവിൽ നിറഞ്ഞു എന്ന് നമുക്ക് പറയാം. പക്ഷെ വായു പിന്നെ വായു എന്ത് ചെയ്യുക? നിറച്ചു എന്ത്? പൂക്കളുടെ നിറം നിറച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അപ്പൊ അത് തെറ്റി. രണ്ടാമത് നോക്കൂ, ഫിൽഡ് ദ എയർ ദ സെന്റ് ഓഫ് ഗ്ലോയിങ് ഫ്ലവേഴ്സ്. ഫിൽഡ് ദ എയർ, ഓക്കെ, എയറിൽ ഫില്ല് ചെയ്തു അല്ലെങ്കിൽ വായുവിൽ ഉണ്ടായി ദ സെന്റ് ഓഫ് ഗ്ലോയിങ് ഫ്ലവർ. ഓക്കെ, അത് മീനിങ് നമ്മൾ രണ്ടെണ്ണമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അർത്ഥം കറക്റ്റ് ആണോ തോന്നും. പക്ഷെ ഇംഗ്ലീഷിൽ അതൊരു പ്രോപ്പർ സെന്റൻസ് അല്ല. ഫിൽഡ് ദി എയർ ദ സെന്റ് ഓഫ് ഗ്ലോയിങ് ഫ്ലവർ അങ്ങനെ വരില്ല. ഓക്കെ, ദ എയർ ഫിൽഡ് എന്നാണ് പറയാ, ഫിൽഡ് ദ എയർ എന്ന് പറയൂല. അപ്പൊ അതും തെറ്റി. അടുത്തത്, ദ ക്ലോയിങ് സെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഫിൽഡ് ദ എയർ. ക്ലോയിങ് സെന്റ് ഓഫ് ഫ്ലവേഴ്സ്, ഓക്കെ, ഫ്ലവേഴ്സിന്റെ മണം, ഫ്ലവേഴ്സിന്റെ സ്മെല്ല്, ഫിൽഡ് ദ എയർ വായുവിൽ നിറഞ്ഞു. ഓക്കെ, ദ സെന്റ് ഓഫ് ഫ്ലവേഴ്സ് ക്ലോയിങ് ദ എയർ ഫിൽഡ്. ദ സെന്റ് ഓഫ് ഫ്ലവേഴ്സ് ക്ലോയിങ് ദ എയർ ഫിൽഡ്. അത് ആ ക്ലോയിങ് എന്നുള്ളത് ആദ്യമാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റൂല. അപ്പോ കറക്റ്റ് ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. ക്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ റിച്ച് ആയിട്ടുള്ള അല്ലെ, വളരെ എക്സ്ട്രീം ഫ്രാഗ്രന്റ് ആയിട്ടുള്ള ഭയങ്കര സ്മെല്ലൊക്കെ ഉള്ള, അതാണ് ക്ലോയിങ് എന്ന് പറയുന്നത്. അപ്പൊ ഓപ്ഷൻ സി, ദ ക്ലോയിങ് സെന്റ് ഓഫ് ഫ്ലവേഴ്സ് ഫിൽഡ് ദ എയർ. കാരണം ബാക്കിയൊന്നും സെന്റൻസ് സ്ട്രക്ചർ കറക്റ്റ് അല്ല. ഓക്കെ, അടുത്തത്, കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ലാരീസ് ഡാഷ് ഫീച്ചേഴ്സ്. ലാരി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്, അയാളുടെ ഫീച്ചേഴ്സ് എന്ന് പറയാൻ നമുക്കറിയാലോ അല്ലെ. ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഓക്കെ, അതാണ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ വെൻ യു ഫസ്റ്റ് നോട്ടീസ്ഡ് ഹിം വെർ ഹിസ് സ്റ്റണ്ണിങ് ബ്ലാക്ക് ഹെയർ ആൻഡ് ലാർജ് ഡാർക്ക് ഐസ്. അപ്പൊ ലാരി ഉണ്ട്, ലാരിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? അവനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ? അവന്റെ സ്റ്റണ്ണിങ് ബ്ലാക്ക് ഹെയർ, അവന്റെ ആ കറുത്ത മുടിയും, അതുപോലെ ബ്ലാക്ക് ഹെയർ ആൻഡ് ലാർജ് ഡാർക്ക് ഐസ്, വലിയ ആ ഡാർക്ക് ഇരുണ്ട കണ്ണുകളും. ഓക്കെ, അപ്പൊ അവിടെ എന്താ വരിക? ഏത് തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണെന്നാണ് അല്ലെ. ഇപ്പൊ ഫീച്ചേഴ്സ് ഒരാളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറയുമ്പോൾ പ്രീഡോമിനന്റ് എന്നാണ് പറയാം അല്ലെ. പ്രീഡോമിനന്റ്, വെരി നോട്ടീസബിൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന എന്നൊക്കെ അർത്ഥം വരുന്ന പ്രീഡോമിനന്റ് എന്നാണ് അവിടെ അർത്ഥം വരിക. ഓക്കെ, അപ്പൊ ബാക്കി ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലെ. എന്തൊക്കെയാണ് ബാക്കി ഓപ്ഷൻസ്? അഫ്ലുവന്റ് എന്ന് കാണാം. അഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ റിച്ച് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമാണ് അഫ്ലുവന്റ് എന്ന് പറയുന്നത്. സേവി എന്ന് പറയുന്ന അർത്ഥം, ഐ തിങ്ക് സേവി എന്താന്ന് അറിയില്ല, മറന്നുപോയി.
യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താ, പൊതുവായിട്ടുള്ള അല്ലെ, ലോകത്ത് എവിടെ പോയാലും ഒരുപോലെയുള്ള യൂണിവേഴ്സൽ. അപ്പൊ അതെന്തായാലും വരില്ല. അപ്പൊ പ്രീഡോമിനന്റ് എന്നാണ് അർത്ഥം വരിക അല്ലെ. സേവി എന്നുള്ളതിന്റെ അർത്ഥം വൺ സെക്കൻഡ് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. സേവി എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നോളജ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അർത്ഥം. പ്രാക്ടിക്കൽ നോളജ്. ഓക്കെ, അപ്പൊ അതെന്തായാലും വരില്ല. ഇവിടെ പ്രീഡോമിനന്റ് ഫീച്ചേഴ്സ് തന്നെയാണ് വരിക. ഓക്കെ, നമ്മൾ ഈ ബയോളജി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും സ്പെസിമെനെ പറ്റിയോ ഒബ്ജക്റ്റിനൊക്കെ പറ്റിയോ പഠിക്കുമ്പോൾ പ്രീഡോമിനന്റ് ഫീച്ചേഴ്സ് എന്ന് പറയാറുണ്ട് അല്ലെ. പ്രീഡോമിനന്റ് ഫീച്ചേഴ്സ്, എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഓക്കെ, അതുപോലെ അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. The class enjoyed a loud and lengthy dash by the teacher on the subject of submitting written work on time. ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. തോന്നുന്നു പലരും നെഗറ്റീവ് മാർക്കും കൂടെ മേടിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നത്. കാരണം ഇത് എല്ലാ വേർഡും ഡിഫിക്കൽട്ട് വേർഡാണ്. ഒന്നും തന്നെ നമുക്ക് ആ ബ്രാവഡോ എന്ന് പറയുന്ന ഒരൊറ്റ വേർഡ് മാത്രം ചിലപ്പോൾ കുറെ പേർക്ക് അറിയുന്നുണ്ടാവും, ബ്രേവ് ആയിട്ടുള്ള എന്നുള്ള ഒരു അർത്ഥത്തിൽ. ബാക്കിയൊന്നും ഡിഫിക്കൽട്ട് വേർഡായിരുന്നു അല്ലെ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ടൈറൈഡ് എന്നുള്ള ഒരു മീനിങ് ആണ് വരിക. ടൈറൈഡ്. ഓക്കെ, ടൈറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദേഷ്യപ്പെട്ട് സംസാരിക്കുക എന്ന് പറയൂലേ, അതിനാണ് ടൈറൈഡ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ വന്നത്. പക്ഷെ ചെറിയ പേരും ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാണ് ചെയ്തത്. പിന്നെ കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഹെർ ഡാഷ് ടു ദ കോസ് ഇംപ്രസ്ഡ് ഹെർ സീനിയർ. ഓക്കെ, ഹെർ ഡാഷ് ടു ദ കോസ്. കോസ് എന്ന് പറഞ്ഞാൽ കാരണം, അല്ലെ, ഒരു കാര്യം ചെയ്യുക, ഒരു ലക്ഷ്യബോധം, കാരണം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കോസ്. ഓക്കെ, അപ്പോ ഹെർ ഡാഷ്. ഓക്കെ, ഹെർ ഡിവോഷൻ ടു ദ കോസ്. ഡിവോഷൻ. ഓക്കെ, ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവോഷന്റെ അർത്ഥം എന്താ പറയാൻ പറ്റുമായിരിക്കും? ഡിവോഷൻ എന്ന് പറഞ്ഞാല് ഡിവോട്ടഡ് ടു ദ ഗോഡ് എന്നൊക്കെ പറയില്ലേ, അതായത് ലോയൽറ്റി അല്ലെങ്കിൽ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയും ഡിവോഷൻ. അപ്പൊ അവളുടെ ഡിവോഷൻ, അവളുടെ ഡെഡിക്കേഷൻ എന്ത് ചെയ്തു, അവളുടെ സീനിയേഴ്സിനെ ഇംപ്രസ് ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, ബാക്കിയൊന്നും അവിടെ കറക്റ്റ് ആയിട്ട്. റെസിഗ്നേഷൻ എന്തായാലും വരില്ല. പിന്നെ പൊയിഗ്നൻസ് ഉണ്ട് അല്ലെ. പൊയിഗ്നൻസ് എന്ന് പറയുന്ന അർത്ഥം എന്താ, സാഡ്നെസ് എന്നാണ്. അവളുടെ സാഡ്നെസ് എന്തായാലും സീനിയേഴ്സിനെ ഇംപ്രസ് ചെയ്യൂല അല്ലെ. അപ്പൊ ഇംപ്രസ് ചെയ്യുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, ഡിവോഷൻ ടു ദ കോസ്, ഡെഡിക്കേഷൻ അല്ലെ, അവളുടെ ആത്മാർത്ഥത അല്ലെങ്കിൽ അവളുടെ ഒരു ഡെഡിക്കേഷൻ ടു ദ കോസ്. അതാണ് കറക്റ്റ് ആൻസർ വരിക. അടുത്തത് കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. അമീർ അഗ്രീസ് വിത്ത് ദ ഡാഷ് ദാറ്റ് ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ഫെൻസ്. ഓക്കെ, ഇതെല്ലാവരും ആൻസർ ചെയ്തൊരു കാര്യമാണ്. അമീർ അഗ്രീസ് വിത്ത് ദ മാക്സിം. ഓക്കെ, മാക്സിം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അല്ലെ, മാക്സിംസ് ഓഫ് ടീച്ചിങ് അല്ലെ. മാക്സിം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രൂത്ത് അല്ലെങ്കിൽ ഒരു രീതി, ശൈലി എന്നൊക്കെ പറയും മാക്സിം. ഇപ്പോൾ ഒരു സത്യം, ഒരു ജനറൽ ട്രൂത്ത്. അപ്പൊ ആമിർ അഗ്രീസ് വിത്ത് ദ മാക്സിം ദാറ്റ് ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ഫെൻസ്. പക്ഷെ ഇത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, മാക്സിം അറിയണമെങ്കിലും ഇത് കഴിഞ്ഞ വർഷത്തേക്ക് മാക്സിമം അറിഞ്ഞു, പക്ഷെ പെട്ടെന്ന് ഈ 4 വേർഡ്സ് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യൂല, കിട്ടൂല. കാരണം ബാക്കി 4 വേർഡ്സിന്റെ മീനിങ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. പെൻജന്റ് എന്നുണ്ട്. പെൻജന്റ് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഒരു സാധനത്തിനോടുള്ള ഒരു ഇഷ്ടം, അതാണ് പെൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കൺഫർമേഷൻ പിന്നെ നമുക്കറിയാലോ അല്ലെ. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു രീതി എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഫോർട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് എന്താ പറയാ, ഒരു കറേജ്. ഓക്കെ, കറേജ് എന്ന് പറയാം, കറേജ്. ഓക്കെ, ഫോർട്ടിറ്റ്യൂഡ്. അപ്പൊ ഇവിടെ മാക്സിം എന്നാണ് കറക്റ്റ് അർത്ഥം വരിക, ഐ മീൻ ആൻസർ വരിക. അടുത്തത് ചൂസ് ദ സെന്റൻസസ് വിച്ച് ഹാസ് ബീൻ പങ്ക്ച്വേറ്റഡ് കറക്റ്റ്ലി. പങ്ക്ച്വേഷൻ അതായത് ഫുൾ സ്റ്റോപ്പും കോമയൊക്കെ കൊടുക്കുന്ന സംഭവമാണിത്. അപ്പോ ഇതിൽ കറക്റ്റ് ആൻസർ വരെ ഓപ്ഷൻ എ ആണ്. കാരണം സാമി മൈ നെയ്ബർ ഈസ് എ പൈലറ്റ്. അപ്പൊ സാമി എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. സാമി മൈ നെയ്ബർ എന്ന് പറയാൻ പറ്റില്ല. സാമി മൈ നെയ്ബർ എന്ന് പറഞ്ഞാല് സാമി എന്റെ പിന്നെ എന്താ പറയാ, നെയ്ബറിന്റെ മലയാളം അയൽവാസി. സാമി എന്റെ അയൽവാസി ഈസ് എ പൈലറ്റ്. ഓക്കെ, സാമി എന്റെ അയൽവാസി ഒരു പൈലറ്റ് ആണ്, അങ്ങനെയല്ലല്ലോ പറയാ അല്ലെ. സ്വാമി അല്ലെങ്കിൽ സാമി എന്റെ അയൽവാസി ഒരു പൈലറ്റ് ആണ്, അങ്ങനെയാണ് നമ്മൾ പറയാം അല്ലെ. സാമി എന്റെ അയൽവാസി പൈലറ്റ് ആണെന്ന് പറയൂല. അപ്പൊ സാമി പേരെന്താണെന്ന് ക്ലിയർ അല്ല അങ്ങനെ പറയുമ്പോ. സാമി എന്റെ അയൽവാസി എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് സാമി എന്റെ അയൽവാസി ഒരു പൈലറ്റ് ആണ്, അങ്ങനെ പറയുമ്പോഴാണ് കറക്റ്റ് മീനിങ് വരും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇനി ഓപ്ഷൻ ബി നോക്കൂ. സാമി മൈ നെയ്ബർ ഇസ് എ പൈലറ്റ്. കണ്ടോ, അപ്പൊ അവിടെ സമി മൈ നെയ്ബർ എന്ന് പറയുമ്പോൾ ആരാണ് നെയ്ബർ എന്ന് ക്ലിയർ അല്ല. സമി ആണോ അതോ സമി മൈ എന്നാണോ പേര് വരുന്നത് നമുക്ക് പറയാൻ കഴിയൂല കോമ ഇല്ലെങ്കിൽ. ഓക്കെ, അടുത്തതും അങ്ങനെ തന്നെ. സമി മൈ നെയ്ബർ ഇസ് എ പൈലറ്റ്. കണ്ടോ, അതൊരു സെന്റൻസ് ആണ്, പലതരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. സമി മൈ നെയ്ബർ ഇസ് എ പൈലറ്റ്. സമി എന്റെ നെയ്ബർ ഒരു പൈലറ്റ് ആണ്, ഞാൻ ഒരാളോട് പറയുന്ന പോലെ അത് നമുക്ക് വ്യാഖ്യാനിക്കാം.
ഓക്കെ, അതായത് ഞാൻ വേറെ ഒരാളോട് പറയാണ് സമി മൈ നെയ്ബർ ഇസ് എ പൈലറ്റ്. അതായത് ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാളുണ്ട്, അയാളോട് ഞാൻ പറയാണ് സമി, അയാളുടെ പേര് സമി എന്നാണ്, സമി മൈ നെയ്ബർ ഇസ് എ പൈലറ്റ്, എന്റെ അയൽവാസി ഒരു പൈലറ്റ് ആണ്. അപ്പൊ അത് ക്ലിയർ അല്ല, അർത്ഥം വ്യക്തമല്ല. ഓക്കെ, അടുത്തത് തീരെ വ്യക്തമല്ല, കാരണം അടുത്തതിൽ ഒരു ഫുൾ സ്റ്റോപ്പോ കോമോ ഒന്നുമില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. അടുത്ത് നോക്കൂ, കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഹറി അപ്പ് മാഡം, നോ ഹറി അപ്പ് മാഡം ഡാഷ് അനോയ്ഡ് ഇഫ് ഹി ഡാഷ് ലേറ്റ്. ഹറി അപ്പ്, അപ്പൊ ഹറി അപ്പ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അപ്പൊ എക്സ്ക്ലമേഷൻ മാർക്കും ഫുൾ സ്റ്റോപ്പ് ഒക്കെ കാണുമ്പോൾ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ഹറി അപ്പ് മാഡം ഡാഷ് അനോയ്ഡ് ഇഫ് ഹി ഡാഷ് ലേറ്റ്. ഓക്കെ, അപ്പോ മാഡം ഡാഷ് അനോയ്ഡ്, അനോയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഭ്രാന്താവും എന്നാണ് അർത്ഥം അല്ലെ, ഭ്രാന്താവും, മാഡത്തിന് ഭ്രാന്ത് പിടിക്കും എന്നൊക്കെയാണ്. അപ്പൊ ഇഫ് ഹി ഡാഷ് ലേറ്റ്, അപ്പൊ നമ്മൾ ലേറ്റ് ആണെങ്കിൽ മാഡത്തിന്, നമ്മൾ ലേറ്റ് ആയാൽ മാഡം എന്ത് ചെയ്യും, ആ മാഡത്തിന് ഭ്രാന്താവും, അതാണ് അർത്ഥം വരിക. അപ്പൊ നമ്മൾ ഓരോ ഓപ്ഷൻസ് നമുക്ക് വെച്ച് നോക്കാം. മാഡം വിൽ ബി അനോയ്ഡ് ഇഫ് വി ആർ ലേറ്റ്. യെസ്, നമ്മൾ ലേറ്റ് ആയാൽ അല്ലെ മാഡം എന്ത് ചെയ്യും, അനോയ്ഡ് ആവും, അത് കറക്റ്റ് ആണ്. അടുത്ത് നോക്കൂ, മാഡം ഈസ് അനോയ്ഡ് ഇഫ് വി ഡാഷ്. അങ്ങനെ പറ്റൂല. മാഡം ഈസ് അനോയ്ഡ് എന്ന് പറഞ്ഞാൽ മാഡം അനോയ്ഡ് ആയി, മാഡത്തിന് ആൾറെഡി ഭ്രാന്തായി എന്നാണ്, അങ്ങനെ വരൂലല്ലോ അല്ലെ. അവിടെ പിന്നെ കണ്ടീഷന് പറയുന്നതിന്റെ അർത്ഥമല്ല. കണ്ടീഷൻ പറയുമ്പോൾ എപ്പോഴും ഒരു ഈഫ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടീഷൻ ആണ് അല്ലെ. അപ്പൊ ഒരു കണ്ടീഷൻ അവിടെ സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും വേറെ ഒന്ന് നടക്കണം അല്ലെ. ആൾറെഡി നടന്നതാണെങ്കിൽ പറ്റൂല അല്ലെ. നമ്മൾ പറയാം, അപ്പൊ ഞാൻ അവിടെ പോയാൽ അവനെ കാണുന്ന പറയാ അല്ലെ, ഞാൻ അവിടെ പോയി അവനെ കാണുന്നു പറയോ, അങ്ങനെ പറ്റില്ല. ഞാൻ അവിടെ പോയാൽ അവനെ, കണ്ടീഷൻ പറയുമ്പോ ഈഫ് ഉപയോഗിക്കുമ്പോൾ കണ്ടീഷൻ പറയുമ്പോ അങ്ങനെയാ പറയാ, പോയാൽ, വന്നാൽ, എഴുതിയാൽ, വൈകിയാൽ, അങ്ങനെയാ പറയാ അല്ലെ. അപ്പൊ പോയി അല്ലെങ്കിൽ പോവും, അതൊന്നും കണ്ടീഷനിലല്ല. അപ്പോ ഈസ് വിൽ ബി എന്തായാലും വരില്ല. പിന്നെ ഈസ് ആറ്, ഈസ് അവിടെ ഉണ്ട്, ഈസ് ആറും എന്തായാലും വരില്ല. പിന്നെ വിൽ ബി ഉണ്ട്. അപ്പൊ മാഡം വിൽ ബി അനോയ്ഡ് ഇഫ് വിൽ ബി ലേറ്റ്, ഇഫ് വി വിൽ ബി ലേറ്റ്, അത് വരില്ല. ഏതെങ്കിലും ഒരിടത്തെ വില്ല് വരും അല്ലെ. നമ്മൾ കണ്ടീഷനിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡിലാ വില്ല് വരിക. അപ്പോ എവിടെയാണ് വരിക, എന്താണ് കറക്റ്റ് ആൻസർ വരിക, മാഡം വിൽ ബി അനോയ്ഡ് ഇഫ് വി ആർ ലേറ്റ്. അടുത്തത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ദ വേർഡ് ബ്രോക്കൺ ഈസ് യൂസ്ഡ് ആസ് എ പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇപ്പൊ പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വേർഡിന്റെ V3 ഫോം. അതായത് ഇപ്പോ ഒരു വെർബിന് 3 ഫോം ഉണ്ടല്ലോ, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ അല്ലെ, സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ, ഗിവ്, ഗേവ്, ഗിവൺ. എല്ലാ വേർഡിനും ഇതുപോലെ ഒരു V3 ഫോം ഉണ്ട്. അപ്പൊ ഈ V3 ഫോമിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് ഒരു നൗൺ വരുമ്പോഴാണ് അതിനെ, ആ V3 ഫോമിനെ അല്ലെങ്കിൽ ആ ഒരു വേർഡ്, ആ ഒരു വെർബിനെ നമ്മൾ പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിക്കാന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഹി ഹാസ് ബ്രോക്കൺ ദ വിൻഡോ. ഹി ഹാസ് ബ്രോക്കൺ ദ വിൻഡോ. ഇവിടെ ബ്രോക്കൺ എന്ന് കഴിഞ്ഞിട്ട് ദ വിൻഡോ എന്ന് വരുന്നുണ്ട് അല്ലെ, ദ വിൻഡോ. അപ്പൊ അവിടെ അവിടെ വന്നതുകൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രോക്കൺ പാർട്ടിസിപ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ബ്രോക്കണിന് ശേഷം ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഇടയിൽ ഒന്നും പറ്റൂല. ബ്രോക്കൺ കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു സാധനത്തിന്റെ പേര് വരണം, അപ്പോഴേ ബ്രോക്കൺ എന്നുള്ളത് പാർട്ടിസിപ്പിൾ ആവും. ഇനി അടുത്ത് നോക്കൂ, വിൻഡോ വാസ് ബ്രോക്കൺ. ഉണ്ടോ, വിൻഡോ വാസ് ബ്രോക്കൺ വെൻ ദ അൾമറ. ഉണ്ടോ, ബ്രോക്കണിന് ശേഷം വെൻ ദ അൾമറ, വെന്താന്നുണ്ട്, അപ്പൊ പറ്റൂല. അൾമറ ഒരു തിങ് ആണ്, പക്ഷെ അതിന്റെ ഇടയിൽ വെന്താന്ന് തോന്നുന്നു, അപ്പൊ അതും പറ്റൂല. ഇനി ഓപ്ഷൻ ഡി നോക്കൂ, ദ വിൻഡോ വാസ് ഡാമേജ്ഡ് ആൻഡ് ബ്രോക്കൺ. ഉണ്ടോ, ദ വിൻഡോ വാസ് ഡാമേജ്, അവിടെ ബ്രോക്കണിന് ശേഷം ഒന്നും കൊടുക്കാൻ പറ്റൂല. പിന്നെ ഓപ്ഷൻ സി ആണുള്ളത്, സി ദ ബ്രോക്കൺ വിൻഡോ. ബ്രോക്കണിന് ശേഷം വിൻഡോ ഡയറക്റ്റ് ആയിട്ട് വന്നു, നൗണ് ഡയറക്റ്റ് ആയിട്ട് വന്നു അല്ലെ, ഒരു സാധനത്തിന്റെ പേര് ഡയറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ആ സെന്റൻസിലാണ് ബ്രോക്കൺ എന്ത് ചെയ്തിട്ടുള്ളത്, പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ പാർട്ടിസിപ്പിൾ ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാല് ആ വിൻഡോയെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കൺ എന്നുള്ളൊരു വേർഡ് ഉപയോഗിക്കാം അല്ലെ. ബ്രോക്കൺ വിൻഡോ എന്ന് പറഞ്ഞാൽ പൊട്ടിയ വാതിൽ അല്ലെ, അതാണ് അതിന്റെ അർത്ഥം, പൊട്ടിയ വാതിൽ, പൊട്ടിയ ജനൽ അങ്ങനെ പറയില്ലേ, അതിനാണ്. അപ്പോ ആ ബ്രോക്കൺ എന്നുള്ളൊരു വേർഡ് പിന്നെ അവിടെ ഒരു ആക്ഷൻ അല്ല സൂചിപ്പിക്കുന്നത്, ആ സാധനത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. സാധാരണ ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് ബ്രോക്കൺ ദ ഗ്ലാസ്, അവൻ ചില്ല് പൊട്ടിച്ചു അല്ലെ, അത് ആ ചെയ്ത ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ചെയ്ത ആക്ഷനെയാണോ സൂചിപ്പിക്കുന്നത്, അല്ല. സീ ദ ബ്രോക്കൺ വിൻഡോ, ആ വിൻഡോയെ ഡിസ്ക്രൈബ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ, ഒരു അഡ്ജക്റ്റീവ് പോലെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീ ദ ബ്രോക്കൺ വിൻഡോ. ഓക്കെ, അടുത്തത്, കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. വൈ ഹി ലിവ്സ് ഇൻ എ ഹൗസ് ഡാഷ് ഫ്രം എനി ടൗൺ ഓർ വില്ലേജ് ഇസ് എ മിസ്റ്റേക്ക്. അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. റിമോട്ട് എന്നാണ് എന്റെ അർത്ഥം വരിക അല്ലെ. റിമോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ടൗണിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആൾതാമസമുള്ള ഏരിയയിൽ നിന്ന് വളരെ വിട്ടുള്ള ഒരു സ്ഥലം, അതാണ് റിമോട്ട് ഏരിയ എന്നൊക്കെ പറയാം. എല്ലാവരും ആൻസർ ചെയ്തൊരു ചോദ്യമായിരുന്നു. ഇനി അടുത്തത്, ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്പേസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വർഷം. കാരണം ചില ആളുകൾ ഇതിൽ ഓപ്ഷൻ ഡി എഴുതി, ചില ആളുകൾ ഓപ്ഷൻ ബി എഴുതി.
അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി. ആക്ച്വലി ഇത് എവറി ഡേ ഓഫ് ഹിസ് ലൈഫ് ഗാന്ധിജി ഡാഷ് ടു ഗോഡ് ടു ഗിവ് us ദ ഗുഡ് സെൻസ് ടു ലവ് വൺ അനദർ. എല്ലാ ദിവസവും ഗാന്ധിജി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദൈവത്തോട്, എന്ത്? ടു ഗിവ് us ദ ഗുഡ് സെൻസ് ടു ലവ് വൺ അനദർ, പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും നൽകണേ എന്ന് ഗാന്ധിജി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ എവറി ഡേ എന്നുണ്ട്. എവറി ഡേ എന്ന് സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ളത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടെയാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ കൂടെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡസ് ഫോം അല്ലെങ്കിൽ ഡു ഫോം, അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലെ. അപ്പൊ പ്ലേസ് അല്ലെങ്കിൽ പ്ലേ, ഈറ്റ്സ് ഈറ്റ്, ഗിവ്സ് ഗിവ്, ടേക്സ് ടേക്ക്, ഇതൊക്കെയാണ് എന്ത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ഇതിൽ ഏതാണ്? അപ്പീൽസ് അല്ലെ, അപ്പീൽസ്. അപ്പൊ എവറി ഡേ ഓഫ് ഹിസ് ലൈഫ് ഗാന്ധിജി അപ്പീൽസ് ടു ഗോഡ് to give us the good sense to love one another. We are all born to love, അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. പക്ഷെ പല ആളുകളും ഓപ്ഷൻ ബി എഴുതി, എവറി ഡേ ഓഫ് ഹിസ് ലൈഫ് ഗാന്ധിജി അപ്പീൽഡ് എന്ന് എഴുതി. ഓക്കെ, മാത്രമല്ല ഓപ്ഷൻ പിന്നെ എന്താ പറയാ ബി ആയിരുന്നു ആൻസർ കീ വന്നത്. അലിഗഡിന്റെ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആയിരുന്നു വന്നത്. പക്ഷെ അത് ചലഞ്ച് ചെയ്തു കുട്ടികൾ. അപ്പൊ ചലഞ്ച് ചെയ്തപ്പോൾ അത് പിന്നെ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ എവറി ഡേ ഓഫ് ഹിസ് ലൈഫ് ഗാന്ധിജി അപ്പീൽസ് എന്നാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, അപ്പീൽസ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഓപ്ഷൻ വരാത്തത്? ഹാസ് അപ്പീൽഡ് എന്ന്. ഹാസ് അപ്പീൽഡ് എന്ന് പറഞ്ഞാൽ എവറി ഡേ എന്ന് അവിടെ വരൂല. എവറി ഡേ എപ്പോഴും വരിക സിമ്പിൾ പ്രസന്റിന്റെ കൂടെയാണ്. ഓക്കെ, അതായത് ജനറൽ എവറി ഡേ എന്നൊക്കെ നമ്മൾ എപ്പോഴാ പറയാ? നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോഴല്ലേ എവറി ഡേ ആയി വോക്കപ്പ് അല്ലെ, അല്ലെങ്കിൽ എവറി ഡേ ആയി വേക്സ് അപ്പ് അങ്ങനെയാ പറയാം. അപ്പോൾ വേക്സ് അപ്പ്. ഓക്കെ, എവറി ഡേ ഐ ഈറ്റ്സ്, എവറി ഡേ ഐ ഗോസ് ഉണ്ടോ? ഡസ് ഫോം അല്ലെങ്കിൽ ഡു ഫോം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അടുത്തത് കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് വിത്ത് ഇൻകറക്റ്റ് ഓപ്ഷൻ. ഹി അക്യൂസ്ഡ് വൺ ഓഫ് ഡാഷ് ലൈസ്. ഓക്കെ, അതൊരു ഇംഗ്ലീഷിലൊരു എക്സ്പ്രഷന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ചോദ്യമാണ്. ടെല്ലിംഗ് ലൈസ് എന്നാണ് പറയാ, ടോക്കിംഗ് ലൈസ് എന്ന് പറയൂല, അല്ലെങ്കിൽ സേയിങ് ലൈസ് എന്ന് പറയൂല. ഓക്കെ, ടെല്ലിംഗ് ലൈസ്, അക്യൂസ്ഡ് വൺ ഓഫ് ടെല്ലിംഗ് ലൈസ്, അതൊരു എക്സ്പ്രഷൻ ആണ് ഇംഗ്ലീഷിൽ. നമ്മൾക്ക് അത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ വായനാശീലത്തിൽ നിന്നൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്ക് നേടിയെടുക്കേണ്ട ഒന്നാണത്. ടെല്ലിംഗ് ലൈസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. അവസാനത്തത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. വിക്ടർ ഫ്രാങ്കൻസ്റ്റൈൻസ് ക്രീച്ചർ വാസ് എ ഓർ ആൻ ഡാഷ് ഡിറ്റസ്റ്റഡ് ബൈ എവറി വൺ ഹി മെറ്റ്. ഓക്കെ, അവിടെ അനാത്തിമ എന്നാണ് ഉത്തരം വരിക. അനാത്തിമ എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടാത്ത എന്നുള്ളൊരു അർത്ഥമാണ് വരിക. ഓക്കെ, ആർക്കും ഇഷ്ടപ്പെടാത്ത. അത് കുറെ പേര് ആൻസർ ചെയ്യാതെ ഒഴിവാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഇതാണ് ഈ 25 ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കറിയാം ഏറെക്കുറെ എല്ലാ ക്വസ്റ്റ്യൻസും വൊക്കാബുലറിയിൽ നിന്നാണ് വന്നത് അല്ലെ. അതാ പറഞ്ഞത്, വൊക്കാബുലറി കൂടുന്തോറും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഡിഫിക്കൽട്ട് ആവും. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല ഈ വർഷം ഇതുപോലെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ഫിക്സഡ് പാറ്റേൺ ഇല്ല. ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഗ്രാമർ ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ചിലപ്പോൾ ഈ വർഷം ഒക്കെ ഗ്രാമർ വരാം, ചിലപ്പോൾ ഒറ്റ ഗ്രാമറും വരില്ല, ചിലപ്പോൾ 12 എണ്ണം ഇതും 13 എണ്ണം അതും വരാം. ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം വൊക്കാബുലറി നമ്മൾ പഠിച്ചു പോവാന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ദ ടീച്ചർ അപ്രീഷിയേറ്റഡ് ഹെർ ഡാഷ് ആറ്റിറ്റ്യൂഡ് ആസ് ഷീ റിമെയിൻ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ഈവൻ ഡ്യൂറിങ് ക്രിറ്റിസിസം. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ 4 ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ തന്നെ പറയാ ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ഉത്തരം വരിക. പറയാൻ പറ്റുമായിരിക്കെങ്കിലും? ഹലോ, ഹലോ, ഉത്തരം പറയാൻ പറ്റുമായിരിക്കെങ്കിലും? കമ്പോസ്റ്റ് എന്നാണ് ആൻസർ വരിക. കാരണം എന്താ? ദ ടീച്ചർ അപ്രീഷിയേറ്റഡ് ഹെർ ഡാഷ് ആറ്റിറ്റ്യൂഡ് ആസ് ഷീ റിമെയിൻ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ഈവൻ ഡ്യൂറിങ് ക്രിറ്റിസിസം. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ഒരാളെ വിമർശിക്കാന്നാണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വിമർശിക്കാണ്. അപ്പൊ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമർശിക്കുന്ന സമയത്തും അവൾ എന്താണ്? റിമെയിൻഡ് കാം ആൻഡ് റെസ്പെക്ട്. അവൾ കാമായിട്ട് ബഹുമാനപൂർവ്വം ഇരിക്കുകയാണ് അല്ലെ. അപ്പൊ കമ്പോസിന്റെ അർത്ഥം ഞാൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? കാം ആൻഡ് ഇൻ കൺട്രോൾ ഓഫ് ഇമോഷൻസ് അല്ലെ. അപ്പൊ ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവൾ കാമായിട്ട് ഇരുന്നുകൊണ്ടാണ് അല്ലെ. വിമർശനം നേരിടുമ്പോൾ കാമായിട്ട് ഇരുന്നുകൊണ്ടാണ് ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്തത്. അപ്പൊ അത് തന്നെയാണ് കറക്റ്റ് ഓപ്ഷൻ വരിക, കമ്പോസ്റ്റ്. വേറൊന്നും അവിടെ കറക്റ്റ് ആയിട്ട് വരൂല. ഓക്കെ, വേറെ ഏത് ഓപ്ഷൻ വെച്ചാലും ശരിയാവില്ല. ഓക്കെ, അടുത്തത്
Complete the sentence with the correct option. The manager rejected the proposal because it was too dash and lacked practical details. എന്താ വരിക പറയാൻ പറ്റുമോ? നിങ്ങൾ പറയണം. ഏതാ വരിക? പറയാൻ പറ്റുമോ? അബ്സ്ട്രാക്റ്റ് ആണോ? അബ്സ്ട്രാക്റ്റ് ആണ് കറക്റ്റ് ആൻസർ വരിക. കാരണം എന്താ, ഒരു മാനേജറുടെ അടുത്തേക്ക് ഒരാൾ ഒരു പ്രപ്പോസലായിട്ട് വരികയാണ്, ഒരു പ്രൊജക്ട് പ്രപ്പോസലായിട്ട് വരികയാണ്. പക്ഷെ മാനേജർ അത് തള്ളിക്കളഞ്ഞു. അപ്പൊ എന്താണ് ഇതിന് കാരണം എന്നാണ്. അപ്പൊ നോക്കുന്ന 4 ഓപ്ഷൻ. ഫീസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പോസിബിൾ ആൻഡ് പ്രാക്ടിക്കൽ. പോസിബിളും പ്രാക്ടിക്കലും ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ മാനേജർ തള്ളിക്കളയോ? ഇല്ല. അപ്പൊ അതല്ല. അടുത്തത് ഡിലിജന്റ് നോക്കൂ. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയർഫുൾ. അതൊരു പ്രപ്പോസൽ ആണോ? അല്ല. കൊഹറൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആൻഡ് വെൽ ഓർഗനൈസ്ഡ്. വളരെ ലോജിക്കലും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ഒരു മാനേജർ തട്ടിക്കളയോ? ഇല്ല. പിന്നെ എന്താ ഉള്ളത്? തിയറിറ്റിക്കൽ, നോട്ട് കോൺക്രീറ്റ് ഓർ പ്രാക്ടിക്കൽ. തിയറി മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കൽ ആയിട്ട് അതിലൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് യൂസ്ഫുൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? മാനേജർ തള്ളിക്കളയും. അത് തന്നെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്. സി, the manager rejected the proposal. Why? It was too dash and lacked practical detail. പ്രാക്ടിക്കൽ ആയിരുന്നില്ല. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അബ്സ്ട്രാക്ട് എന്നാണ് അവിടെ ഉത്തരം വരിക. അടുത്തത്, fill in the blanks with the correct option. Riya runs dash than her brother. ഏതാ വരിക? Riya runs dash than her brother. ഫാസ്റ്റർ എന്നാണ് വരിക അല്ലെ. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു, ഇവിടെ റിയന്റെ ഓട്ടത്തെ റിയയുടെ ബ്രദറിന്റെ ഓട്ടത്തെയുമായി കമ്പയർ ചെയ്യാണ്. അപ്പോൾ ലാർജർ, സ്മോളർ, ബിഗ്ഗർ അല്ലെ, അങ്ങനെ വരും. അപ്പൊ അതിൽ ഇവിടെ വരുന്ന ഏതാ? ഫാസ്റ്റർ എന്നാണ്. അപ്പൊ ഫാസ്റ്റർ എന്നാണ് ഉത്തരം വരിക. അടുത്തത്, ദ ബുക്ക് ഈസ് ഡാഷ് ദാൻ ദ വൺ ഐ റെഡ് ലാസ്റ്റ് വീക്ക്. ഇവിടെ എന്താ വരിക? ഇവിടെയും കമ്പാരിസൺ തന്നെയാണ്. ദിസ് ബുക്ക് ഈസ് ഡാഷ് ദാൻ ദ വൺ ഐ റെഡ് ലാസ്റ്റ് വീക്ക്. അതായത് ഈ ബുക്ക്, അതായത് ഞാൻ ഇപ്പൊ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബുക്ക് എന്താണ്? ഡാഷ് ദാൻ ദ വൺ ഐ റെഡ് ലാസ്റ്റ് വീക്ക്. ഞാൻ ലാസ്റ്റ് വീക്ക് വായിച്ച ബുക്കിനേക്കാൾ ഈ ബുക്ക് എന്താണ്? ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് പറയേണ്ടത്. അപ്പോ ഏതാണ് ഉത്തരം വരിക? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? മോർ ഇൻട്രസ്റ്റിംഗ്. മോർ ഇൻട്രസ്റ്റിംഗ് എന്നാണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ ഓപ്ഷൻ ഡി നിങ്ങൾക്ക് നോക്കിയാൽ ഇൻട്രസ്റ്റിംഗർ എന്നുണ്ട്. ഇൻട്രസ്റ്റിംഗർ അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താ? കമ്പയർ ചെയ്യുമ്പോൾ ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ, ബിഗ്ഗർ, സ്മോളർ അല്ലെ, ഫാസ്റ്റർ, ഇങ്ങനെ ER വരും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അങ്ങനെ നോക്കിയിട്ട് ഇൻട്രസ്റ്റിംഗർ എന്ന് എഴുതിയാൽ ഉത്തരം തെറ്റിപ്പോകും. കാരണം എന്താ? ചില വേർഡ്സിന് അങ്ങനെ ER ഫോം ഇല്ല. അതിന്റെ പകരം നമ്മൾ എന്ത് ചെയ്യണം? മുമ്പില് മോർ എന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കുക ചെയ്യാം. ദിസ് ബുക്ക് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ വൺ ഐ റെഡ് ലാസ്റ്റ് വീക്ക്. ഓക്കെ. അപ്പൊ എല്ലാത്തിനും ER ഉണ്ടാവില്ല ലാസ്റ്റ്, ചിലതിന് മോർ എന്നായിരിക്കും തുടക്കത്തിൽ ഉണ്ടാവുക. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ മോർ ഇൻട്രസ്റ്റിംഗ് എന്നാണ് ആൻസർ വരിക. അടുത്തത് നോക്കൂ. റിയ ഇസ് ദ ഡാഷ് റണ്ണർ ഇൻ ദ ക്ലാസ്. റിയ ഇസ് ദ ഡാഷ് റണ്ണർ ഇൻ ദ ക്ലാസ്. എന്താ ഉത്തരം വരിക? പറയാൻ പറ്റുമോ? ഫാസ്റ്റസ്റ്റ് അല്ലെ. കാരണം എന്താ? ഇവിടെ റിയ ക്ലാസ്സിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ വേഗത കൂടിയ ഓട്ടക്കാരിയാണ് റിയ എന്നാണ് പറയുന്നത്. ഇപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ് അല്ലെ. സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ്, ഹയസ്റ്റ്, ബിഗ്ഗസ്റ്റ്. അവിടെ കമ്പാരിസൺ അല്ല അല്ലെ. അവിടെ ഒരൊറ്റ സാധനത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ റിയനെ പറ്റി മാത്രമാണ് പറയുന്നത്. റിയ ക്ലാസ്സിലെ ഏറ്റവും മികച്ച റണ്ണർ ആരാ? റിയ ആണ് അല്ലെ. അവിടെ വേറെ ആരുമായിട്ട് കമ്പയർ അല്ല ചെയ്യുന്നത്. അവളാണ് ബെസ്റ്റ് എന്നാ പറയുന്നത്. ഓക്കെ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹൗസ് ഇൻ ദിസ് ടൗൺ. ഈ ടൗണിലെ ഏറ്റവും വലിയ വീട് ഇതാണ്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഹൗസ്. മാത്രമല്ല അവിടെ ഒരു ആർട്ടിക്കിൾ ദാ കണ്ടോ നിങ്ങൾ? ആർട്ടിക്കിൾ ദാ. ആ ആർട്ടിക്കിൾ ദാ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം പിന്നെ സൂപ്പർലേറ്റീവ് ആണ് വരിക. ഫാസ്റ്റർ എന്ന് വരൂല, ഫാസ്റ്റസ്റ്റ് തന്നെ വരുള്ളൂ. ഓക്കെ. അപ്പൊ ദാ ആർട്ടിക്കിൾ നോക്കുക. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ്, ദിസ് ഈസ് ദ സ്മോളസ്റ്റ്, ദിസ് ഈസ് ദ ലാർജസ്റ്റ്, ദിസ് ഈസ് ദ ഹയസ്റ്റ്, അങ്ങനെയാണ് പറയുക. അപ്പൊ EST ലാസ്റ്റ് വരുമ്പോൾ അതിന്റെ മുമ്പ് എപ്പോഴും ദാ എന്ന് വരും. അപ്പൊ ഇവിടെ റിയ ഈസ് ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. അങ്ങനെയാണ് സൂപ്പർലേറ്റീവ് വരിക. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത് അല്ലെങ്കിൽ ഏറ്റവും മോശമായത് എന്നൊക്കെ പറയുന്നതിനാണ് കേട്ടോ. അടുത്തത്, ദിസ് ഈസ് ദ ഡാഷ് മൂവി ഐ ഹാവ് എവർ സീൻ. ഇവിടെ എന്താ വരിക? This is the dash movie. This is the most interesting.
കാരണം ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പൊ ദിസ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി ഐ ഹാവ് എവർ സീൻ. കണ്ടോ, അങ്ങനെയാണ് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത്. അടുത്തത് ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വേർഡ്. ഇതിൽ കോമ്പൗണ്ട് വേർഡ് ഏതാ പറയാൻ പറ്റുമോ? നോട്ട്ബുക്ക് അല്ലെ, കാരണം 2 വേർഡ്സ് വെച്ചിട്ടുണ്ടാക്കിയത്, അതാണ് നോട്ട്ബുക്ക്. അടുത്തത് ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം. ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറക്റ്റ് പാസീവ് ഫോം പറയാൻ പറ്റുമോ? ഷീ ഈസ് സിംഗിങ് എ സോങ്. ഏതാണ് പാസീവ്? A song is one sung by her. A song is being sung by her. A song is being sung by her അല്ലെ, കാരണം നമ്മൾ പഠിച്ചു അല്ലെ എങ്ങനെയാണ് ഷീ ഈസ് സിംഗിങ് എ സോങ്. ഇവിടെ സാധാരണ ഒരു സെന്റൻസ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് അങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ സബ്ജക്റ്റ് ഷീ എന്നാണ്, ഈസ് സിംഗിങ് എന്ന് പറയുന്നതാണ് വെർബ്, എ സോങ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് അല്ലെ. അപ്പൊ SVO പാറ്റേൺ ആണ്, സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ്. പക്ഷെ പാസീവിലേക്ക് മാറുമ്പോൾ അത് നേരെ തിരിച്ചാവും അല്ലെ. ആദ്യം ഒബ്ജക്റ്റ് വരണം, പിന്നെ വെർബ് വരണം, പിന്നെ സബ്ജക്റ്റ് വരണം. അപ്പൊ ആദ്യം നമ്മൾ എ സോങ് എന്ന് എഴുതി, പിന്നെ ING ഫോം വന്നുകൊണ്ട് നമ്മൾ അവിടെ എ സോങ് എന്ന് പറഞ്ഞാൽ അത് ഷീ ഈസ് സിംഗിങ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലെ. ആ പ്രസന്റ് കണ്ടിന്യൂസിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ഈസും ആറും. ഇവിടെ എ സോങ് ഒരൊറ്റ സോങ്ങേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് എ സോങ് ഈസ്. പിന്നെ ING ഫോം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബീയിങ് ആഡ് ചെയ്യണം. അപ്പൊ എ സോങ് ഈസ് ബീയിങ്. ദെൻ V3 ഫോം ഓഫ് ദ വെർബ്. പാസീവിലേക്ക് മാറ്റുമ്പോൾ എപ്പോഴും V3 ഫോം ഉണ്ടാവുക അല്ലെ. അപ്പൊ സിംഗ്, സാങ്, സങ്. ഓക്കെ, അപ്പൊ സങ് എന്നാണ് കൊടുക്കുക. അപ്പൊ എ സോങ് ഈസ് ബീയിങ് സങ് ബൈ ഹെർ, ഓപ്ഷൻ സി. ഓക്കെ, അടുത്തത് ചൂസ് ദ കറക്റ്റ് കളക്റ്റീവ് നൗൺ. ഒരു കൂട്ടം സിംഹങ്ങൾക്ക് എന്താണ് പറയാ? ഒരു കൂട്ടം സിംഹങ്ങൾക്ക് എങ്ങനെയാ പറയാ? പ്രൈഡ് ഓർ പാക്ക്? പ്രൈഡ് എന്നാണ് പറയാ, പ്രൈഡ് ഓഫ് ലയൺസ്. ഓക്കെ, പാക്ക് നമ്മള് ചെന്നായകൾക്കാണ് പറയാ, വൂൾഫ്, ഫോക്സിനൊക്കെയാണ് നമ്മൾ പാക്ക് എന്ന് പറയാ. ലയണിന് എപ്പോഴും പ്രൈഡ്, പ്രൈഡ് ഓഫ് ലയൺസ്. ഓക്കെ, അടുത്തത് പക്ഷികളാണെങ്കിലോ? ഫ്ലോക്ക് ആണോ? ഫ്ലോക്ക്, എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ്. ഓക്കെ, ഇനി ഇത് റിപ്പോർട്ട് ചെയ്യാൻ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഇത് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്താൽ എങ്ങനെയാണ് വരിക? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പൊ എങ്ങനെയാ വരിക? പറയാൻ പറ്റും എങ്ങനെയാ അത് റിപ്പോർട്ട് ചെയ്താൽ വരിക? ഞാൻ കുറച്ച് ഹെൽപ്പിന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. വാസ് എന്നുള്ളത് ഹാഡ് ബീൻ ആയിട്ട് മാറും, മൈ എന്നുള്ളത് ഹിസ് എന്നായിട്ട് മാറും. അപ്പൊ എങ്ങനെയാണ് അത് വരിക? അരുൺ said that he had been doing his work. Arun said that he had been doing his work. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ പേപ്പറിൽ റിപ്പോർട്ടഡ് സ്പീച്ച് വന്നിട്ടില്ല, പക്ഷെ അതിന്റെ മുമ്പത്തതും അതിന്റെ മുമ്പത്തതിലും ഒക്കെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ചും ആക്റ്റീവ് ആൻഡ് പാസീവ് ഒക്കെ. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കവർ ചെയ്യേണ്ട ടോപ്പിക്കുകളിൽ ഒന്നാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അരുൺ സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ ഡൂയിങ് ഹിസ് വർക്ക്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ കുറച്ച് റൂൾസ് ഉണ്ട്, അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിലൊരു തെറ്റുണ്ട്. ആ തെറ്റ് എന്താണെന്ന് കണ്ടെത്തണം. മൈ ഫ്രണ്ട് ഗേവ് മീ എ പെൻസിൽ യെസ്റ്റർഡേ, എ പെൻസിൽ വാസ് സോ ബ്യൂട്ടിഫുൾ. പറയാൻ പറ്റുമോ എവിടെയാണ് തെറ്റ് എന്നുള്ളത്? എ പെൻസിലാണോ തെറ്റ്? എ പെൻസിലാണ് തെറ്റ്. കാരണം എന്താ? ദ പെൻസിലാണോ പറയാ? ദ പെൻസിൽ എന്നാണ് പറയാം, പക്ഷെ എന്താണ് കാരണം ദ പെൻസിൽ എന്ന് പറയാൻ? കാരണം ഇവിടെ ആൾറെഡി ഒരു സെന്റൻസ് ഫസ്റ്റ് പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? മൈ ഫ്രണ്ട് ഗേവ് മീ എ പെൻസിൽ യെസ്റ്റർഡേ, എന്റെ ഫ്രണ്ട് എനിക്ക് ഇന്നലെ ഒരു പെൻസിൽ തന്നു. ഓക്കെ, ഒരു പെൻസിൽ ആൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി ആ പെൻസിലിനെ പറ്റി തന്നെയാണ് അടുത്ത സെന്റൻസ്, എ പെൻസിൽ വാസ് സോ ബ്യൂട്ടിഫുൾ. അത് തെറ്റാവാൻ കാരണം എന്താ? എന്റെ ഫ്രണ്ട് എനിക്ക് സമ്മാനമായിട്ട് തന്ന ആ ഒരു പെൻസിലിനെ കുറിച്ച് തന്നെയാണ് പിന്നെയും പറയുന്നത്. അപ്പോൾ ദ പെൻസിൽ വാസ് സോ ബ്യൂട്ടിഫുൾ, ദ പെൻസിൽ. അപ്പോൾ ദ പെൻസിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പെൻസിൽ, ആ ഫ്രണ്ട് തന്ന പെൻസിലിനെ കുറിച്ചാണ് പറയുന്നത്, സ്പെസിഫിക് ആയിട്ടില്ല. പെൻസിൽ ഒരുപാട് ഉണ്ടാവും, പക്ഷെ ആ ഫ്രണ്ട് തന്ന പെൻസിലിനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ സംസാരം. അപ്പൊ ദ പെൻസിൽ വാസ് സോ ബ്യൂട്ടിഫുൾ എന്നാണ് പറയാം. ഈ പെൻസിൽ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു ഇതായി, ഇൻഡെഫിനറ്റ് ആയി. ഓക്കെ, ഏതെങ്കിലും ഒരു പെൻസിലിനെ കുറിച്ചായി. പക്ഷെ ഇവിടെ എന്റെ ഫ്രണ്ട് സമ്മാനമായിട്ട് തന്ന ആ പെൻസിലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദ പെൻസിൽ ഡെഫിനറ്റ് ആണ്. അപ്പൊ ദ പെൻസിൽ വാസ് സോ ബ്യൂട്ടിഫുൾ. ഓക്കെ,
ഓക്കെ, അപ്പൊ അത്രയും ചോദ്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ട് ഒരു 10-13 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മൾ കറക്റ്റ് 1 മണിക്കൂറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നാളെ പിന്നെ നിങ്ങൾക്ക് റീസണിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും, അതിനുശേഷം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഉണ്ടാവും. അപ്പം എല്ലാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള, കോഴ്സിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. അത് ഈ അലിഗഡിൻ്റെ എക്സാമിന് മാത്രമല്ല, നിങ്ങൾ വേറെ ഏത് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും അല്ലെങ്കിൽ PSC റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ വെറുതെ പറയുന്നതല്ല, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മളെ ഈ ഒരു കോച്ചിങ്ങിൽ പങ്കെടുത്ത പലരും PhDക്ക് അഡ്മിഷൻ നേടിയവരുണ്ട്, പിന്നെ PSCയിൽ ഹെൽപ്ഫുൾ ആയിട്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവരുണ്ട്, മറ്റ് പല യൂണിവേഴ്സിറ്റിയിൽ എൻട്രൻസ് എക്സാമിന് ഈ B.Ed അല്ലെങ്കിലും വേറെ അവരുടെ PG കോഴ്സുകൾക്ക് വേണ്ടി പോയ സമയത്ത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലാസ്സുകളിൽ. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും നമ്മുടെ കോഴ്സിൽ അല്ലാത്ത കുട്ടികൾ ഈ ക്ലാസ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കോഴ്സിൽ പങ്കെടുക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. ഓക്കെ, എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പ്രയാസമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള സംവിധാനങ്ങളും ചെയ്തു തരുന്നുണ്ട്. എന്തായാലും മാക്സിമം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് നിങ്ങളുടെയും ഞങ്ങളുടെയും എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണയും മലപ്പുറം സെൻറ്ററിലാണെങ്കിലും മറ്റിടത്താണെങ്കിലും നമ്മുടെ B.Ed കോഴ്സിനും മലയാളി കുട്ടികൾ ഒരുപാട് അവിടെ വേണം. ഓക്കെ, അത് അവിടുത്തെ സാർമാരുടെ കൂടെ ഒരു ആവശ്യമാണ്. നമ്മൾ നിരന്തരം നമ്മൾ സാർമാർ കോൺടാക്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ക്ലാസ്സുകൾ പോകുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാറുണ്ട്. അവിടെയുള്ള സാർമാരൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്, അവരൊക്കെ ഇടയ്ക്ക് അന്വേഷിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രമിക്കുക. നമുക്ക് ഒറ്റ സീറ്റ് മതി, ആ സീറ്റിന് വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയുള്ളവരെന്ത് പറയുന്നോ, ഡിഫിക്കൽറ്റി ആണോ, ഇത്രയും കുട്ടികൾ എഴുതൂലേ, ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാം ആണല്ലോ, അങ്ങനെയൊന്നും നോക്കണ്ട. നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളൊക്കെ അവിടെ പഠിച്ചത്, ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെ പോലെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ വെറുതെ എന്തെങ്കിലും വേണം വേണ്ടാച്ചിട്ട് പഠിച്ചിട്ട് കാര്യം. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് കിട്ടോളം നമുക്ക് സമാധാനം ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെയെങ്കിലും കോഴ്സിൽ ജോയിൻ ഇപ്പോൾ ജോയിൻ ചെയ്തല്ലോ, അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ട് ക്ലാസ്സുകൾ കണ്ട് ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ ചെയ്ത് നോക്കി, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കി, സ്വന്തം രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. അല്ലെ, ഇപ്പോൾ ഒരു ചോദ്യം എടുത്ത് ആ ചോദ്യം നമുക്ക് ChatGPT-യിൽ ഇട്ടിട്ട് ഇതേപോലത്തെ ചോദ്യങ്ങൾ എനിക്ക് തരൂ എന്ന് പറഞ്ഞാൽ ChatGPT ഒരുപാട് ചോദ്യങ്ങൾ തരും, ഉത്തരം എല്ലാം തരും. ഒക്കെ പഠിക്കാൻ നമുക്ക് മുമ്പിൽ ഒരുപാട് മാർഗ്ഗങ്ങൾ ഈസി ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യണം, അത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടും, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും 3 സെഷൻസ് വരാനുണ്ട്, ലൈവ് സെഷൻസ്. അതിനുശേഷം വേറെയും കുറച്ച് കോഴ്സിലുള്ളവർക്ക് വേറെയും സെഷൻ ഉണ്ടാവും. അപ്പം എന്തായാലും പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, എല്ലാവരും പ്രിപ്പയർ ആവുക കേട്ടോ. 2 മാസം കൂടി ഉള്ളൂ, 2 മാസം ഉണ്ടല്ലോ എന്ന് വെറുതെ 2 മാസമേ ഉള്ളൂ എന്നുള്ളൊരു ബോധമായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത്, ആ ചിന്തയായിരിക്കണം ഉണ്ടാവേണ്ടത് കേട്ടോ. മാക്സിമം പഠിക്കുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. അവസാനിപ്പിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, അഡ്മിഷൻ നേടുക. ഓക്കെ, താങ്ക് യു.